നിത്യചൈതന്യയതിയുടെ ശിഷ്യനും ശ്രീനാരായണ ഗുരുവിനെ ഒരുപാട് വായിക്കുകയും പറയുകയും നമ്മളെ അറിയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഷൗക്കത്ത്. വെൽക്കം. നമസ്കാരം. ഷൗക്കത്ത് വരുന്നു അല്ലെങ്കിൽ വിളിക്കുന്നു എന്നൊക്കെ ഞാൻ തന്നെ മനസ്സിൽ വിചാരിച്ചപ്പോൾ ആകെ ഏതിയുടെ ഒരു മുഖവും ശ്രീനാരായണ ഗുരുയുടെ മുഖമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇത് രണ്ടും അല്ലാതെ എനിക്ക് വേറെ എന്തൊരു സബ്ജക്റ്റാണ് ഷൗക്കത്തിനോട് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ ചോദിക്കട്ടെ, ശ്രീനാരായണ ഗുരുവും യതിയും തമ്മിലുള്ള ഒരു വൈരുദ്ധ്യമോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു എന്തെങ്കിലും ഒരു സിമിലാരിറ്റി ഉണ്ടാവുമല്ലോ, ഇതിൽ എന്തെങ്കിലും ഒരു രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റുമോ? സാമ്യമാണ് പ്രധാനം. ഇപ്പൊ ഗുരുനിത്യ എന്ന് തുടങ്ങാം. ഗുരുനിത്യ എന്നല്ല, എനിക്ക് തോന്നുന്നത് എല്ലാ മനുഷ്യരും അവരുടെ ജീവിതത്തിൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് അവരിലെ ഒരു ഹാർമണി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെ ഇടങ്ങളിൽ പലതരം ചോദ്യങ്ങളുണ്ടായിരിക്കും, പലതരം പ്രതിസന്ധികളുണ്ടാവും. അപ്പോൾ അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് സമ്മതമാകുന്ന ഒരു ഉത്തരം തേടിയിട്ടാണ് പലപ്പോഴും മനുഷ്യരുടെ അന്വേഷണങ്ങൾ നടക്കുക. എനിക്ക് തോന്നുന്നത് ഗുരുനിത്യയുടെ ജീവിതത്തിൽ ഇപ്പം എനിക്കും ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഞങ്ങളും നിങ്ങളൊന്നും പറഞ്ഞ് മനുഷ്യരെ വേർതിരിക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ, അപ്പോൾ ഉദാത്തമായിട്ടുള്ള ആശയങ്ങളുടെ പേരിൽ പോലും മനുഷ്യൻ ഞങ്ങൾ നിങ്ങൾ എന്ന് പറയാറുണ്ട്. നെഗറ്റീവായിട്ടുള്ള വിഷയത്തിൽ മാത്രമല്ല. ഇപ്പോൾ അദ്വൈതം എന്ന് പറയുന്ന ഒരു ദർശനം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ദ്വൈതിക്ക് അദ്വൈതി സ്വീകാര്യനല്ല, അല്ലാതെ വ്യത്യസ്തമായ ജീവിത വീക്ഷണം എന്നുള്ള രീതിയിലല്ല അതിനെ കാണുക. രണ്ട് ശത്രുക്കളെ പോലെയാണ് എപ്പോഴും. അതെല്ലാ ദർശനങ്ങളും തമ്മിൽ അങ്ങനെയുള്ളത്. അപ്പോൾ ഈ ഞങ്ങളും നിങ്ങളും അതും ഇതും എന്ന് പറയുന്നത് അസ്വസ്ഥപ്പെടുത്തിയിരുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു നിത്യ. അതുമാത്രമല്ല, ഇപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജൻ അല്ലെങ്കിൽ റിലീജനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, റിലീജനിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ആത്മാവ്, പ്രകൃതി, ദൈവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണെന്നാണ് പൊതുവേ ധാരണ. അപ്പം ആത്മീയത എന്ന് പറയുന്നിടത്തേക്ക് സംഗീതമോ അല്ലെങ്കിൽ സാഹിത്യമോ നൃത്തമോ പൊതുവെ വരാറില്ല, നമ്മൾ അഡ്രസ്സ് ചെയ്യാറില്ല. നമ്മളെപ്പോഴും സംസാരിക്കുക ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, സത്വരജോ തമോ ഗുണങ്ങൾ, ബോധം, ആത്മസാക്ഷാത്കാരം, ധ്യാനം, ജപം, ഇങ്ങനത്തെ വിഷയങ്ങളാണ് കൂടുതൽ വരിക. അതായത് മനുഷ്യന് സുഖം കിട്ടുന്ന വിഷയങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് ചിന്തിക്കാന്നർത്ഥം. ഇതും സുഖം തന്നെയാണ്, പക്ഷേ സാധാരണ ഐന്ദ്രികവും അല്ലെങ്കിൽ നമ്മളുടെ മാനസികവും ബുദ്ധിപരവുമായി നമ്മൾ ബന്ധപ്പെടേണ്ട വിഷയലോകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇവിടെ നേരെ തിരിച്ചാണ് ഗുരുനിത്യയിലേക്ക് എത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പം ഞാൻ ഗുരുനിത്യയുടെ അടുത്ത് ചെന്ന സമയത്ത് ഞാൻ ആത്മാവ് സാക്ഷാത്കാരത്തിന് വേണ്ടി ചെന്ന ആളാണ്. അപ്പം ഞാനിങ്ങനെ അവധൂതന്മാരുടെയും സൂഫികളുടെയും ഒക്കെ കൂടെ യാത്ര ചെയ്ത് സിനിമ കാണലും പുസ്തകം വായിക്കലൊക്കെ നിർത്തി ആ ഒരു സൈലൻസും ആ ഒരു പരമമായ ആത്മാവും തമ്മിലുള്ള ബന്ധം മാത്രം, അതിനെ മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് നിത്യൻ്റെ അടുത്ത് എത്തുന്നത്. അവിടെ ഞാനൊന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. 17 വയസ്സിലാണ് നിത്യന്റെ അടുത്ത് എത്തുന്നത്. ഈ 17 വയസ്സിനുള്ളിൽ ഇതൊക്കെ മടുത്തിട്ടാണോ പോകുന്നത്, അതോ ഈ ലൗകിക അല്ലെങ്കിൽ മെറ്റീരിയൽ വേൾഡിൽ കാര്യമായിട്ടൊന്നും ഇനി എനിക്ക് തരാനില്ല, ഞാൻ എല്ലാം ജീവിച്ച് തീർത്തു എന്ന അർത്ഥത്തിലാണോ, അല്ലെങ്കിൽ നിരാശയാണോ, എന്തെങ്കിലും ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയ നിരാശയിലാണോ? ഒന്നുമില്ല, ഇത് രണ്ടുമല്ല. ഞാൻ അങ്ങനെ ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആളൊന്നുമല്ല, വലിയ വായനക്കാരനായിരുന്നില്ല. ഞാൻ 17-ാമത്തെ വയസ്സിലാണ് ഞാൻ ഗുരുനിത്യനെ ആദ്യം കാണുന്നത്. 23-ാമത്തെ വയസ്സിലാണ് ഞാൻ ഫേൺഹില്ലിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 14-ാമത്തെ വയസ്സിലൊക്കെയാണ് ഞാനൊരു പുസ്തകം വായിച്ചു തുടങ്ങുന്നത്, ചെറുതായിട്ടെങ്കിലും. അപ്പം അങ്ങനെ വായിച്ച് വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സെർച്ച് എപ്പോഴുണ്ട്. സെർച്ച് എന്ന് പറയുന്നത് പരമമായ സത്യം കണ്ടെത്തണം എന്നുള്ള സെർച്ചല്ല, എനിക്ക് ചേർന്ന് പോകുന്ന ഇടം തേടിയിട്ടുള്ള അന്വേഷണമാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ എനിക്ക് നിൽക്കാൻ പറ്റാതിരുന്നത് വീട്ടിലുള്ളവർ മോശമായതുകൊണ്ടല്ല, അവരെന്നോട് വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. പക്ഷേ ഞാൻ ജനിച്ചു വളരാനിടയായിട്ടുള്ള വിശ്വാസങ്ങളും അന്തരീക്ഷവും ഇതിനോട് എനിക്ക് ചേർന്ന് പോകാൻ പറ്റുന്നില്ല, വളരെ പേഴ്സണലാണ്. അപ്പോൾ എനിക്ക് ചേർന്ന് പോകാൻ പറ്റുന്ന ഇടം തേടിയിട്ടാണ് എൻ്റെ യാത്ര. ഞങ്ങളും നിങ്ങളും എന്ന് പറയാത്ത, എല്ലാ മനുഷ്യരെയും ഒന്നായി ചേർത്ത് പിടിക്കുന്ന, ദർശനങ്ങളുടെ പേരിലോ ദൈവത്തിൻ്റെ പേരിലോ മനുഷ്യർ വേറെ വേറെയായി തിരിയാത്ത, പിന്നെ വാദിക്കുക, തർക്കിക്കുക, ഇതൊന്നും എനിക്ക് ചേർന്ന് പോകുന്ന സാധനമല്ല. അപ്പോൾ ഇതാ ശരി പറയുന്നു എന്ന് പറയുന്ന ഒരു താർക്കിക ബുദ്ധിയൊന്നും ഇല്ലാത്ത, വലിയ ഒരു എന്താ പറയുക, വലിഞ്ഞു മുറുകലുകളൊന്നുമില്ലാതെ
ജീവിതത്തിൻ്റെ എല്ലാ വീക്ഷണങ്ങളെയും ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു സാന്നിധ്യം തേടിയിട്ടായിരുന്നു എൻ്റെ യാത്രകൾ. അതായത് ഞാൻ ശരി അപരൻ തെറ്റ് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിൽ നിൽക്കാൻ സാധിച്ചില്ല. അസ്വസ്ഥനാവും. ചിലപ്പോൾ അപ്പുറത്തിരിക്കുന്ന പരമമായ സത്യമായിരിക്കാം, പക്ഷെ എനിക്ക് ആ സത്യം വേണ്ട. അപ്പൊ ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളതല്ല, മനുഷ്യർ ഹാർമോണിയസ് ആയിട്ടിരിക്കുന്ന ഇടമായിരിക്കണം, അവിടെ എനിക്ക് ഇരിക്കാൻ പറ്റും. അപ്പൊ എൻ്റെ വീട്ടിൽ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് ആ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് പറ്റുന്നില്ല. കാരണം എപ്പോഴും ഒരു അപ്പുറത്തിരിക്കുന്ന ഒരു തെറ്റിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗുരുനിത്യയിലേക്ക് എത്തുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ശരിയും തെറ്റും പറയലല്ല. ലോകത്ത് മനുഷ്യർ എവിടെയൊക്കെ വെളിച്ചം പറഞ്ഞിട്ടുണ്ടോ, അത് സാഹിത്യത്തിലാവാം, സംഗീതത്തിലാവാം, ഫിലോസഫിയിലാവാം, മനുഷ്യന് കുറച്ച് നനവ് തരുന്നത് ആരെവിടെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിനെല്ലാം സ്വീകരിക്കുന്ന ഒരിടം, ഒരു ഉൾക്കൊള്ളലിൻ്റെ ഒരിടം. അതാണ് ഞാൻ ഗുരുനിത്യയിൽ കാണുന്നത്. അത് ഗുരുനിത്യക്ക് ശരിക്കും ആഴത്തിൽ കിട്ടുന്നത് നാരായണ ഗുരുവിൽ നിന്നാണ്. നാരായണ ഗുരുവാണ് നമ്മളുടെ ഒരു ദാർശനിക ലോകത്ത് ഒരു പുതിയൊരു തത്വചിന്ത ഒന്നും സ്ഥാപിക്കാൻ ശ്രമിക്കാതെ അത്യാവശ്യത്തിന് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആത്മീയമായ അന്വേഷണങ്ങളൊക്കെ പല രീതിയിൽ ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിന്നൊക്കെ കൊള്ളാവുന്നത് എടുത്തിട്ട് അത് ജീവിച്ചാൽ മതി മനുഷ്യർ എന്ന അർത്ഥത്തിൽ പല മതസാരവും ഏകം എന്ന് പറയുന്ന, നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ അവിടെ മാറ്റിവെക്കുക, ഇതിൻ്റെ ലെസൻസ് ആയിട്ടിരിക്കുന്നത് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഈ മതം ഏകം എന്ന് പറയുന്ന ഒരു ദർശനം നാരായണ ഗുരു മുൻപോട്ട് വെച്ചതിൻ്റെ ഒരു തുടർച്ചയുടെ ഇങ്ങേയറ്റത്ത് വന്ന് നിൽക്കുന്ന ഒരാളെന്ന നിലയിലാണ് ഗുരുനിത്യനെ ഫീൽ ചെയ്യുന്നത്. ഗുരുനിത്യയുടെ ഒരു പ്രത്യേകത, ഇപ്പം നാരായണ ഗുരു പല മതസാരവും ഏകം എന്ന് പറഞ്ഞതിനെ ഗുരുനിത്യ ട്രാൻസ്ലേറ്റ് ചെയ്തത് സിംഫണി ഓഫ് വാല്യൂസ് എന്നാണ്, മൂല്യങ്ങളുടെ സ്വരലയം എന്നാണ്. അല്ല, മതം എന്ന് പറയുന്നത് കേവലം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ് എന്നുള്ള അർത്ഥത്തിലല്ല, വാല്യൂസ് എന്നുള്ള അർത്ഥത്തിലാണ്. നാരായണ ഗുരു അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പം എല്ലാ മൂല്യങ്ങളും അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമാക്കി വെച്ചിട്ടുള്ളത് ഹാർമോണിയാണ്, ഹാർമോണിയസ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു സിംഫണി ഓഫ് വാല്യൂസ്, മൂല്യങ്ങളുടെ ഒരു സ്വരലയം ഉണ്ടാവണം. അപ്പം ഗുരുനിത്യയിലേക്ക് എത്തിയപ്പോഴേക്കും അത് ആ ഒരു ദാർശനികം എന്ന് പറയുന്ന ഒരു മേഖലയുടെ കൂടെ സാഹിത്യത്തെയും സംഗീതത്തെയും നൃത്തത്തെയും ആർക്കിടെക്ചറും ശാസ്ത്രവും എല്ലാറ്റിലെയും വെളിച്ചം കൂട്ടിച്ചേർക്കുന്ന ഒരാളായിട്ട് നിത്യൻ മാറുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസൻസ്, എൻ്റെ ഉള്ള ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്പേസ് നിത്യനിൽ കണ്ടെത്തി എന്നതുകൊണ്ടാണ് ഞാൻ ഗുരുനിത്യയിലെത്തുന്നത്. ഗുരുനിത്യയും നാരായണ ഗുരുവും തമ്മിലുള്ള ഒരു പാരസ്പര്യം എന്ന് പറയുന്നത് സകലവും ഉള്ളതു തന്നെ തത്വചിന്താഗ്രഹനിത് സർവവും ഏകമായി ഗ്രഹിക്കും എന്ന് പറയുന്ന ഒരു ഉൾക്കൊള്ളലിൻ്റെ ഒരു വെളിച്ചം അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു, വർത്തമാനത്തിലല്ല, ജീവിതത്തിലുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു കണ്ടിന്യൂഷനാണ് ഗുരുവിൽ നിന്ന് നിത്യയിൽ നിന്ന് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ഈ ഹാർമണി എന്നൊരു വാക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു വാക്കാണ്. ഇപ്പോൾ ഷൗക്കത്തിനോട് സംസാരിക്കുമ്പോൾ തന്നെ ഈ ഒരു സ്റ്റുഡിയോ പരിസരത്ത് എനിക്ക് ആ ഒരു സോഫ്റ്റ്നെസ്സും അല്ലെങ്കിൽ എന്തൊരു ആനന്ദം കിട്ടുന്ന പോലെ ഇത്രയും നേരം സംസാരിച്ചില്ലേ. പക്ഷേ എനിക്കിതിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു വിഷമം, ഇത്രയൊക്കെ ഒരു റെഫോർമേഷൻ അല്ലെങ്കിൽ റെനൈസൻസ് ഒക്കെ കേരളത്തിൽ കൊണ്ടുവന്ന ഒരാളെ സിമന്റ് നാണു എന്ന് വരെ വിളിച്ച് കളിയാക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. അപ്പോൾ ഈ ശ്രീനാരായണ ഗുരുവിനെ ഇപ്പോൾ ഉള്ള ജനറേഷൻ വായിക്കുന്നില്ല എന്ന് തന്നെ പറയാം. മേ ബി ഒരു 90s വരെയുള്ള ആൾക്കാർ PSC പരീക്ഷയ്ക്ക് വേണ്ടിയെങ്കിലും ശ്രീനാരായണ ഗുരുവിനെ ആരാണ് അന്വേഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ഭവിഷ്യത്ത്? ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ഫിലോസഫറിനെയൊക്കെ അറിയാതെ പോവുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ അനുഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്ത് എന്തൊക്കെയായിരിക്കും? ഒന്നാമത്, ലോകത്തിൽ മനുഷ്യരാരും ഒരു ഗുരുക്കന്മാരെയും മാതൃകയാക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നാരായണ ഗുരു എന്നല്ല, ബുദ്ധനെ എടുത്താലും യേശു ക്രിസ്തുവിനെ എടുത്താലും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ആരാധനയോടെ നോക്കുന്ന ഫിലോസഫേഴ്സിനെയോ ഗുരുക്കന്മാരെയോ ദാർശനികന്മാരെയോ എടുത്താൽ അവരെ ആരും ഫോളോ ചെയ്യുന്നില്ല. എല്ലാവരും ഫോളോ ചെയ്യുന്നത് അവരവരെയാണ്, അവരവരുടെ താല്പര്യങ്ങളെയാണ്, അവരവരുടെ ഇഷ്ടം. ഇപ്പം ഞാനും ഫോളോ ചെയ്തത് നാരായണ ഗുരുവിനല്ല, ഞാൻ ഫോളോ ചെയ്തത് ഗുരുനിത്യനല്ല. ഞാൻ എന്നെ ഫോളോ ചെയ്തപ്പോൾ അതിന് ചേർന്ന് പോകുന്ന ആളുകളെ അവരിൽ കണ്ടെത്തിയതാണ്. അല്ലാതെ ഞാൻ സത്യം തേടി നടന്നത് കൊണ്ടല്ല അവരിഷ്ടപ്പെട്ടത്. അപ്പം അടിസ്ഥാനപരമായിട്ട് നാരായണ ഗുരുവിലേക്ക് ഉണർന്നു പോവുക എന്നുള്ളത് മനുഷ്യരുടെ ലക്ഷ്യമേ അല്ല. മനുഷ്യരുടെ ലക്ഷ്യം അവർക്ക് 100% ശരിയായിരിക്കുന്ന താല്പര്യങ്ങളെ ജീവിക്കാൻ, നടപ്പിലാക്കാൻ,
ഗുരുക്കന്മാരെ അവരിലേക്ക് ഇറക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ജാതിയുടെയും മതത്തിൻ്റെയും വിഭാഗീയതയുടെ, പ്രശസ്തിയുടെ, പണത്തിൻ്റെ, അധികാരത്തിൻ്റെ, ജെൻഡറിൻ്റെ, അങ്ങനെ പലതരത്തിലുള്ള താല്പര്യങ്ങളിലാണ് മനുഷ്യരിയ്ക്കുന്നത്. ആ താല്പര്യങ്ങളെ ജീവിക്കാൻ അവർക്ക് ഗുരുവിൻ്റെ പേരും പ്രശസ്തിയും ആ ഒരു മഹിമയും സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ കൂടി അവിടെ വെക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു മൂല്യക്ഷതം സംഭവിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ഗുരുക്കന്മാർ അവിടെ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ പലരും എന്നോട് ചോദിക്കും, നാരായണ ഗുരു ഇപ്പോൾ വെറും ഇങ്ങനെ ഒരു സിമൻ്റ് പ്രതിമയായി, ആ ഗുരുവിൻ്റെ മൂല്യം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താണ് ഈ ഗുരുവിനെ മൂല്യത്തോടെ നമ്മൾ കണ്ടിട്ടുള്ളത്? നമ്മൾ പണ്ടുണ്ടായിരുന്ന പണ്ട് മനുഷ്യരെല്ലാവരും ഗുരുവിനെ നന്നായി ഉൾക്കൊണ്ടിരുന്നെന്നും ഇപ്പം ഇങ്ങനെ മനുഷ്യർ രാഷ്ട്രീയത്തിലേക്കും മതത്തിലേക്കും വർഗീയതയിലേക്കും ഒക്കെ ഗുരുവിനെ ഇറക്കി കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. എന്നും ഇങ്ങനെയായിരുന്നു. ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്തും SNDP പോലെയുള്ള സംഘടനകൾ ഗുരുവിനെ വെറും ഒരു ഈഴവ ഗുരുവായിട്ട് വാഴിക്കുകയും ഗുരു തന്നെ അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്നൊക്കെ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഗുരു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇല്ല. ഗുരു നാം അവരുടെ ശിവനെ അല്ലല്ലോ പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞിട്ടുള്ളൂ. അവരുടെ ശിവനെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശിവന് നമ്മൾ തീരുമാനിച്ചതാണ്. അല്ലാതെ ഗുരു ജാതി ചോദിക്കരുത്, പറയരുത് എന്ന് പറയുന്ന ഒരാൾ ഒരിക്കലും നാം പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനാണെന്ന് പറയില്ല. പക്ഷെ കേട്ട ആൾക്കാർ നാം നമ്മുടെ ശിവനെയാണല്ലോ പ്രതിഷ്ഠിച്ചത് എന്ന് പറഞ്ഞു ഗുരു. നാം നമ്മുടെ ശിവനെയാണല്ലോ പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഈഴവരായതുകൊണ്ട് ഗുരു നമ്മുടെ എന്ന് പറയുന്നത് ഈഴവരുടെ എന്ന അർത്ഥത്തിലാണെന്ന് കരുതിയിട്ട് ഗുരു നാം ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞു എന്നാണ് പിന്നീട് പറയപ്പെട്ടത്. ഇന്നും നമ്മളുടെ പ്രസിദ്ധരായിട്ടുള്ള ജീവചരിത്രകാരന്മാർ പോലും ഗുരു അങ്ങനെ പറഞ്ഞതായിട്ടാണ് എഴുതുന്നത്. പക്ഷെ നടരാജ ഗുരു അത് ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന ആളാണ് നടരാജ ഗുരു. നടരാജ ഗുരു അത് പ്രത്യേകം പറയുന്നുണ്ട്, ഗുരു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗുരു നാം നമ്മുടെ ശിവനെയാണല്ലോ പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ താല്പര്യങ്ങളിലേക്ക് ഗുരുക്കന്മാരെ ഇറക്കിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മളിങ്ങനെ ചുറ്റും കാണുന്നതാണല്ലോ. നമ്മുടെ വർഗീയ താല്പര്യങ്ങൾ, ദേശീയ താല്പര്യങ്ങൾ, മത താല്പര്യങ്ങൾ, ജാതി താല്പര്യങ്ങൾ, ആശയ താല്പര്യങ്ങൾ, അതിലേക്കൊക്കെ ഇപ്പം നമ്മൾ തമ്മിലൊരു ഒരു ഒരു വിഷയം സംസാരിക്കാൻ തുടങ്ങിയെന്ന് കരുതുക. വിഷയം സംസാരിച്ച് വരുന്നതിൻ്റെ അടുത്ത് എൻ്റെ ഏതെങ്കിലും ഒരു ഈഗോയെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് ട്രിഗർ ചെയ്താൽ, അനു ട്രിഗർ ചെയ്തു എന്ന് കരുതാം, അല്ലെങ്കിൽ അനുവിൻ്റെ ഞാൻ ട്രിഗർ ചെയ്തു എന്ന് കരുതാം, പിന്നെ അടുത്ത സ്റ്റെപ്പ് മുതൽ നമ്മൾ ആശയത്തെ വിടുകയും പരസ്പരം തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങും. എൻ്റെ ശരി സ്ഥാപിക്കാൻ ഞാനും അനുവിൻ്റെ ശരി സ്ഥാപിക്കാൻ അനുവും കൂടിയിട്ടുള്ള വാദവും തർക്കവും തുടങ്ങും. ഒരു സെക്കൻഡിലാണ് ഈ ഈഗോ കയറി ഇടപെടുക. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന സൗമ്യമായ ആശയലോകങ്ങളൊക്കെ മാറുകയും പിന്നെ ആളെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഒരു ബ്രെയിനിൻ്റെ പ്രത്യേകത, മനുഷ്യൻ്റെ ബ്രെയിനിന് പ്രത്യേകത, അപ്പുറത്തിരിക്കുന്നവരെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു ഫാക്കൽറ്റി അവിടെ ഇല്ല. നാച്ചുറലായിട്ട് എന്നെ എല്ലാവരും ഉൾക്കൊള്ളണം എന്ന് പറയുന്ന ഫാക്കൽറ്റിയേ ഉള്ളൂ. ഇപ്പോൾ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അറിവിലിരുന്ന് ഒരു അഹന്ത ആദ്യമുണ്ടായി വരും, അതിനോട് ഒരു ഇതന്ത വാമയായും വരും, ഇവ രണ്ട് ഉലഭങ്ങൾ പോലെ മായാ മരമഖിലം മറയെ പടർന്നിടുന്നു. അപ്പോൾ ഗുരു പറയുന്നത് നമ്മുടെ ബോധത്തിൽ ആദ്യം ഉണ്ടാകുന്ന സ്പന്ദനം ഞാൻ എന്ന് പറയുന്നതാണ്. അതിനോട് ചേർന്ന് വരുന്ന സ്പന്ദനം എൻ്റേത് എന്ന് പറയുന്നതാണ്. ഈ ഞാനും എൻ്റേതും ഒരു വള്ളിപ്പടർപ്പ് പോലെ പടർന്ന്, ഒരു മരത്തിൽ പടർന്ന് പൊരുളിനെ മറച്ചിരിക്കുന്നു. ഇതൊരു സ്പിരിച്വൽ ദർശനമല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ അന്വേഷണം എന്ന് പറയുന്നതൊക്കെ ഈ ഞാനിലും എൻ്റേതിനും ചുറ്റിപ്പറ്റി കിടക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ വിശാലമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യർ പെട്ടെന്ന് അവരെ തൊടേണ്ട സ്ഥലത്തൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അവർ പൊട്ടിത്തെറിക്കുകയും ഒരു വലിയ ഫാസിസ്റ്റായിട്ട് മാറുകയും ചെയ്യും. നമ്മളെല്ലാവരും ചെയ്യും. ഇപ്പം എന്നെ തൊടേണ്ട സ്ഥലത്ത് തൊടേണ്ട പോലെ തൊട്ടാൽ ഈ സൗമ്യത പോകും. അങ്ങനെ പോകുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പോകുന്ന ആൾക്ക് പറയുന്ന പേരാണ് മനുഷ്യൻ. അല്ലാതെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ലാത്ത കോൺഷ്യസ്നെസ്സിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ഒരിക്കലും നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ രണ്ടാളൂടെ ശാന്തമായിട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം നമ്മൾ തൊട്ട് മുമ്പുണ്ടായിരുന്ന ബഹളം നമ്മളിൽ നിന്ന് പോയി എന്നല്ല, തൽക്കാലം മറഞ്ഞിരിക്കുന്നു എന്നാണ്. ഇനി ഇത് കഴിഞ്ഞ് നമ്മളൊരു ബഹളം ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ എന്നാൽ നമ്മളിലെ ബഹളക്കാരൻ പുറത്തു വരും. അപ്പോൾ ട്രാൻസ്ഫോർമേഷനാണ് സംഭവിച്ചതെങ്കിൽ
പിന്നെ അത് വരാൻ പാടില്ലല്ലോ. ഇതൊരു ഡെക്കോറമാണ്, എവിടെ എങ്ങനെ പെരുമാറണ്ടെന്ന് നമുക്കറിയാം, മനുഷ്യർക്ക് അറിയാം. അത്രേ ഉള്ളൂ. ശ്രദ്ധയോടെ ഇരുന്നാൽ നമ്മൾ കൊള്ളാവുന്ന മനുഷ്യരാകും. ഞാൻ പറയാൻ ശ്രമിച്ചത്, ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്, എല്ലാ ഗുരുക്കന്മാരുടെയും ഒപ്പം ആ ഗുരു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഫോളോവേഴ്സാണ്. ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യങ്ങളിലേക്ക് ഗുരുവിനെ ഇറക്കി കൊണ്ടുവരിക ചെയ്ത ചരിത്രമാണ് ഗുരുവിനെ ആരാധിക്കുന്ന ദാർശനികന്മാരുടെ പോലും ചരിത്രം. കാരണം ഗുരുവിൻ്റെ കൂടെ ഇപ്പം അനുപമയുടെ കൂടെ ഇരിക്കാൻ അനുപമയ്ക്ക് മാത്രമേ പറ്റൂ, ഷൗക്കത്തിൻ്റെ കൂടെ ഷൗക്കത്തിനെ പറ്റൂ. പിന്നെ എനിക്ക് സമ്മതമായ ചിലതിൻ്റെ കൂടെ ഞാൻ അനുപമയുടെ കൂടെ ഇരിക്കും. നമുക്കൊരാളോട് സ്നേഹം തോന്നുന്നത് എന്തുകൊണ്ടാണ്? അടിസ്ഥാനപരമായിട്ട് സ്നേഹം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ കാരണം കൊണ്ടാണ്, എൻ്റെ ശരിക്കൊപ്പം അയാൾ ഇരിക്കുന്നു. അത് നമുക്ക് എപ്പോഴാണ് മനസ്സിലാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ശരിക്കെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അങ്ങനെ പറയുമ്പോഴും അവർ നമ്മളെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ ഭയങ്കരമായിട്ട് ആരാധിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ആരാധിക്കുന്നത്? നാച്ചുറലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നാച്ചുറലായിട്ട് നമ്മളില്ല ആ ഫങ്ഷനിങ് ഇല്ല, അത് കൾച്ചറലായിട്ടാണ് വരുന്നത്. നമ്മളുടെ അസ്വസ്ഥതയെ മാറ്റി വെച്ച് അപ്പുറത്തിരിക്കുന്ന ആളെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന ഒരു വെളിച്ചം നാച്ചുറലായിട്ട് ഉണ്ടാവില്ല. നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ഒരു മെച്യൂരിറ്റിയുടെ പുറത്താണ് അങ്ങനെ വരിക. അതെ, അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെയാണ്. നമ്മൾ ശാന്തമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കും, നമ്മളെ തൊടേണ്ടടുത്ത് തൊട്ടാൽ നമ്മൾ ചവിട്ടി പുറത്താക്കും. മനുഷ്യന് അങ്ങനെ ഒരു വല്ലാത്തൊരു സങ്കീർണത ഉള്ള ജീവിയാണ്. അതുകൊണ്ട് നാരായണ ഗുരുവിൻ്റെ ദർശനം, ബുദ്ധൻ്റെ ദർശനം, അതുപോലെയുള്ള മഹാഗുരുക്കന്മാരുടെ ദർശനങ്ങൾ ജീവിച്ചിട്ടുള്ളത് അവർ മാത്രമാണ്. നമ്മളൊക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളുള്ള സങ്കുചിതത്വങ്ങളുള്ള നമ്മളുടെ ജീവിതത്തെ കുറച്ചും കൂടി ഒരു വൃത്തിയും വെടുപ്പുള്ളതാക്കാൻ അവരുടെ സപ്പോർട്ട് സ്വീകരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരുടെ വെളിച്ചത്തിലേക്കൊന്നും നമ്മളാരും, നമ്മുടെ ചുറ്റും നോക്കിയാൽ അറിയാം, മനുഷ്യരെപ്പോഴും, ഗുരു നിത്യപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ. നമ്മൾ നേരത്തെ ബുദ്ധൻ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ. തിരിച്ചാണ്. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ദേഷ്യം പിടിക്കരുതെന്നാണല്ലോ. അതാണോ നമ്മളുടെ ചിന്ത? ഇപ്പം ഞാൻ ദേഷ്യം പിടിക്കാൻ, ഞാൻ ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, ഷൗക്കത്ത് ദേഷ്യം പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ പറയും ഒരിക്കലുമില്ല. അപ്പം എൻ്റെ ചിന്ത എന്ന് പറയുന്നത് എന്താ? ഒരിക്കലും ദേഷ്യം പിടിക്കാത്ത ഒരാളായിരിക്കണം ഞാൻ. അതാണ് ഞാൻ. പക്ഷേ പറ്റുന്നില്ല. കാരണം നമ്മൾ ദേഷ്യം പിടിച്ചു പോകുന്നു. നമ്മൾ ദേഷ്യം പിടിക്കുന്ന ആഗ്രഹിച്ചിട്ടല്ല. അതുകൊണ്ടാണ് നാരായണ ഗുരു അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഈ മതം ഏകമെന്ന് ചിന്തിച്ച്, പിന്നെ അടുത്തൊരു സാധനം പറയുന്നുണ്ട്, അകമണയാതെ അകതാരമർത്തിയിടണം. നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റ്, നൂറ്റാണ്ടുകളായി നമ്മൾ ശീലിച്ചിട്ടുള്ളത് നമ്മളുടെ ശരിക്കെതിരായതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അത് ചിന്ത കൊണ്ടില്ലായ്മ ചെയ്യാം, പ്രവൃത്തി കൊണ്ട് ചെയ്യാം, വാക്കുകൊണ്ട് ചെയ്യാം. ഒരാളെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊല്ലാം. ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വേറൊരു ഫങ്ഷനിങ്ങാണ്. അത് ചിന്തയുടെ ഫങ്ഷനിങ് അല്ല. ചിന്ത കൊണ്ട് നമുക്കൊരാളെ ഉൾക്കൊള്ളാൻ പറ്റില്ല, ആശയപരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. മറ്റത് എൻ്റെ ഉള്ളിൽ ഉണർന്നു വരുന്ന ഞാൻ മാത്രമാണ് ശരിയെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ ഞാൻ അമർത്തി വെക്കണം. ഹൃദയവും ബ്രെയിനും തമ്മിലുള്ളൊരു വ്യത്യാസമാണ്. എങ്കിലേ എനിക്ക് അനുപമയെ ഉൾക്കൊള്ളാം. ഇപ്പം നമ്മൾ സഹകരിച്ചിട്ട് അവിടെ ഇരിക്കും, ഹൃദയം കൊണ്ട് ചിന്തിക്കണം. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഒരു 10-20 ചോദ്യങ്ങൾ അനുപമയുടെ ഉള്ളിൽ ഇടയ്ക്ക് കയറി വരും. അപ്പം അനുപമ എന്ത് ചെയ്യും? അവിടെ അകമണയാതെ അകതാരം അമർത്തും. എന്തുകൊണ്ട്? ഈ മനുഷ്യനിരുന്ന് കുറച്ച് മിണ്ടട്ടെ, അയാൾക്കൊരു സ്പേസ് കൊടുക്കാം, കാരണം ആൾ ആ ഫ്ലോ മുറിക്കണ്ട എന്ന് കരുതി നമ്മളെ മാറ്റി വെക്കുക എന്ന് പറയുന്നതിനെയാണ് കൾച്ചർ എന്ന് പറയുന്നത്. അതൊരു എഫർട്ട് തന്നെയാണ്. അത് നാച്ചുറലായിട്ടല്ല മാറ്റി വയ്ക്കുന്നത്. നമ്മുടെ ഉള്ളിൽ അത്രയും ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് അവിടെ. നമ്മൾ ആള് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കണം. ഇത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ ഹോം എന്ന് പറയുന്ന സിനിമയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മളായിരിക്കുന്ന ഇടമാണ് നമ്മുടെ വീട്. അവിടെ നമുക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം, അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും നമുക്ക് തർക്കിക്കാം, കാരണം നമ്മുടെ ഒരു പ്ലേസ് ആണ്. പക്ഷേ ഷൗക്കത്തിന്റെ ഒരു ലേഖനത്തിൽ ഇവിടെ ഞാൻ വായിച്ചതാണ്, അവിടെ പോലും നമ്മളൊരു ഡെക്കോറം, പ്രൊപ്രൈറ്റി പാലിക്കേണ്ട ആവശ്യകതയുണ്ട് നമ്മുടെ വീട്ടിൽ പോലും. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അല്ലാതെ ഗുരുനിത്യ പറഞ്ഞിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ കുറച്ച് വാക്കുകളുണ്ട്. ഞാൻ പരമാവധി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നതും നിരന്തരം തോറ്റുപോകുന്നതുമായിട്ടുള്ളൊരു കാര്യം. അല്ലാതെ നമ്മൾ ഗുരുനിത്യയുടെ കൂടെ ജീവിച്ചു എന്ന് ഇതൊന്ന് മനസ്സിലാക്കുന്നത്
ആ മനുഷ്യൻ പരമാവധി നന്നായിട്ട് ജീവിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. പരിപൂർണമായ ശരി ജീവിച്ച ആളാണെന്നൊന്നുമല്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള മനുഷ്യരിൽ പരമാവധി മനുഷ്യരോട് മര്യാദക്ക് പെരുമാറുന്ന ഒരാളെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് നിത്യനാണ്. അതാണ് എനിക്ക് അദ്ദേഹത്തിനോടുള്ള സ്നേഹം. അദ്ദേഹം ആത്മസാക്ഷാത്കാരം കിട്ടിയെന്നുള്ളതോ കിട്ടിയില്ല എന്നോ അദ്ദേഹം ആത്മസാക്ഷാത്കാരത്തെ കുറിച്ചൊന്നും മിണ്ടാറില്ല, ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ ഒരുപാട് എന്നും അതിൽ കഴിഞ്ഞൊരു 26 വർഷമായിട്ടും ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഇടത്തായിരിക്കണം നിങ്ങൾ ഏറ്റവും ശ്രദ്ധാലുവായിരിക്കേണ്ടത്. കാരണം നിങ്ങളിൽ ഏറ്റവും മോശമായത് പുറത്തു വരിക അവിടെ. അപ്പോൾ പക്ഷേ അവിടെ നമ്മളത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത്യാവശ്യമായ ഇടങ്ങളിൽ നമ്മൾ ശ്രദ്ധാലുക്കളായിട്ട് മാറുള്ളൂ. അപ്പോൾ ഏറ്റവും ഫ്രീഡം ഉള്ള സ്ഥലത്ത് നമ്മൾ ഏറ്റവും മര്യാദക്കാവാൻ ശ്രമിക്കണം. കാരണം ഏറ്റവും ഫ്രീഡം ഉള്ളിടത്ത് നമ്മൾ മര്യാദക്കാരാവില്ല. ചെറിയ കാര്യത്തിനൊക്കെ പൊട്ടിത്തെറിക്കുന്നവരും നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വയലൻസും പുറത്തേക്ക് ചാടുന്നവരായിരിക്കും നമ്മൾ. അതുകൊണ്ട് ഗുരു നിത്യ പറയും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലായിരിക്കണം നിങ്ങൾ മര്യാദക്കാവേണ്ടത്. ഇപ്പം ഇവിടെ നമ്മൾ 3 പേരും മര്യാദക്കാരായിരിക്കും. നമുക്ക് ഒരുപാട് എഫർട്ട് ഇടേണ്ടി വരുന്നില്ല. കാരണം റിയലായിട്ടുള്ള നമ്മളില്ല ഇവിടെ. ഗുരു ഒരിക്കൽ സ്ഥലത്ത് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്വയം അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിലിരുന്ന് ധ്യാനിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ വേദഗ്രന്ഥങ്ങൾ ഉരുവിടുകയല്ല വേണ്ടത്. നിങ്ങൾ വിദൂരങ്ങളിലേക്ക് മനോഹരമായ സ്ഥലങ്ങളിലേക്കും യാത്ര പോവുകയല്ല വേണ്ടത്. ശരിയായ നിങ്ങൾക്ക് അഭിമുഖം ദർശിക്കാനുള്ള അവസരം നിങ്ങളേറ്റവും സ്വാതന്ത്ര്യമുള്ള ആളോട് പെരുമാറുന്നിടത്താണ് നിങ്ങൾ. അതായത് നമ്മുടെ റിയൽ ക്യാരക്ടർ നമ്മൾക്ക് ഏറ്റവും സ്നേഹവും നമ്മൾ ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ പെരുമാറുന്ന ആളുടെ അടുത്തായിരിക്കും. നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളായിട്ട് 100% എക്സ്പ്രസ് ചെയ്യാൻ ഒരു തടസ്സമില്ലാത്തൊരിടം. അതെപ്പോഴും അധികാരത്തിൽ, പ്രായത്തിൽ, ജെൻഡറിൽ, പ്രശസ്തിയിൽ, അറിവിൽ നമ്മളെക്കാൾ കുറഞ്ഞവരുടെ കൂടെ ഇരിക്കുമ്പോഴായിരിക്കും. ഒപ്പത്തിനൊപ്പമുള്ളവരുടെ മുമ്പിൽ നമ്മൾ സ്വതന്ത്രരല്ല. നമുക്ക് മുകളിൽ എന്ന് നമുക്ക് തോന്നുന്ന പ്രായത്തിൽ, പണത്തിൽ, പ്രശസ്തിയിൽ, അധികാരത്തിൽ, അറിവിൽ, അപ്പം അറിവിലും നമ്മളെക്കാൾ മുകളിലൂടെ എന്ത് പറഞ്ഞാലും നമ്മൾ തർക്കിക്കില്ലല്ലോ, മിണ്ടാതിരിക്കും. പക്ഷെ നമുക്ക് താഴെയുള്ളവരാണെങ്കിലോ, അതായത് നമുക്ക് ഏത് രീതിയിലും ഡോമിനേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളവരുടെ അടുത്ത് ഇടപഴകുമ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും വലിയ ഫാസിസ്റ്റ് ആവാൻ സാധ്യത, നമ്മളിൽ ഏറ്റവും മോശമായത് പുറത്തു വരാനുള്ള സാധ്യത. അയാളുടെ ചെറിയ തെറ്റുകൾ പോലും നമ്മൾ പൊട്ടിത്തെറിച്ച് തകർത്തെറിയും. ചെറിയ തെറ്റുകൾ പോലും നമ്മളുടെ പ്രതികരണം ഭയങ്കര വയലൻസ് ഉള്ളതായിരിക്കും. പക്ഷെ ഒപ്പത്തിനൊപ്പം മുകളിലുള്ളവരോട് അങ്ങനെയല്ല, നമ്മൾ മര്യാദക്ക് പെരുമാറും. അവിടെ ആയിരിക്കണം നമ്മൾ ഏറ്റവും ശ്രദ്ധയുള്ള. അതാണ് നമ്മളുടെ ധ്യാനിക്കേണ്ട, നമ്മൾ പ്രാർത്ഥനാപൂർവം ഇരിക്കേണ്ട, നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കേണ്ട ഒരിടം അതാണ് എന്ന് ഗുരു എപ്പോഴും പറയും. ഗുരു എപ്പോഴും ഈ ദൈനംദിന ജീവിതത്തിനെ തൊട്ടിട്ടാണ് എപ്പോഴും ദർശനങ്ങൾ മനസ്സിലാക്കാനും എളുപ്പമല്ലേ. നമ്മൾ അത്യാവശ്യം മര്യാദയുള്ള മനുഷ്യരാവുക എന്ന് പറയുന്നത് എളുപ്പമല്ല. നല്ല ധ്യാനാത്മകതയുള്ള മനുഷ്യനാവാൻ എളുപ്പമാണ്. ഇതുപോലൊരു അന്തരീക്ഷത്തിൽ ഇരുന്നിട്ട് നമ്മൾ വളരെ നന്നായി സംസാരിക്കുമ്പോൾ, ഇപ്പം സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്നവർക്കൊക്കെ നല്ലൊരു ഹാർമണി ഉണ്ടാവും. ഇതൊരു തരം മയക്കാണ്. പക്ഷേ നമ്മളോട് പൊട്ടിത്തെറിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് ഈ പ്രശാന്തിയോടെ ഇരിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ അത്ര ശ്രദ്ധയുള്ള ആളാവണം. അതുകൊണ്ടാണ് ഇതിന് തപസ് എന്ന് പറയുന്നത്. ധ്യാനം ഒരു തപസ്സാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ചൂടാവും, നമ്മൾ ഇങ്ങനെ എരിയും. കാരണം അവനെ ചവിട്ടി കൊന്ന് ഞെരിച്ച് അങ്ങനെയല്ല നമ്മുടെ ഉള്ളിൽ വരിക. ആ സമയത്തല്ല നമ്മൾ ഇങ്ങനെ ശാന്തരായിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇരുപുറവും വരുമാർ അവസ്ഥയെ പൂത്ത് ഒരു കൊടി വന്ന് പടർന്നുയർന്നുമേവും തരുവിനടിക്ക് തപസ്സു ചെയ്തു വാഴും നരന് വരാനരകം നിനച്ചിടണം. ഗുരു ഒരു ബോധാവസ്ഥയെ ആവിഷ്കരിച്ചിട്ടുള്ള വരികളാണ് അതൊക്കെ. അത് എളുപ്പമല്ല, നല്ല മനുഷ്യനാവാൻ എളുപ്പമല്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ശരിയാണ്, നമ്മളായിരിക്കുന്ന ഇടം നമ്മുടെ വീടാണ്. അതോടൊപ്പം നമ്മളത്ര കൊള്ളാവുന്നവരല്ല എന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തി തരുന്ന ഇടമാണ് ഹോം. അങ്ങനെ സത്യമാണത് പറയേണ്ടത്. പക്ഷെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളത്ര
നമ്മൾ കൊള്ളാവുന്നവരായിരിക്കുന്നത് പലപ്പോഴും ഇങ്ങനെ പ്രഭാഷണം നടത്തുമ്പോഴും ധ്യാനിക്കുമ്പോഴും അല്ലെങ്കിൽ നല്ല പാട്ട് കേൾക്കുമ്പോഴൊക്കെയാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ട് മനുഷ്യരോട് ഇടപഴകുന്ന സമയത്തുള്ള ഞാനുണ്ടല്ലോ, ആ ഞാനിനെ കാണാതെ പോയാൽ ഒരിക്കലും നമുക്ക് നമ്മളെ തിരിച്ചറിയില്ല. അതിനെ തൊട്ട് തരാനാണ് നിത്യ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ഈ ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് എൻ്റെ മുന്നിൽ വന്ന് എപ്പോഴെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാൻ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ എപ്പോഴും കരുതി വെച്ചിട്ടുണ്ട്. ഇപ്പം എന്തായാലും ഒരു ഫിലോസഫറിനെ കിട്ടിയ സ്ഥിതിക്ക് രണ്ടും രണ്ട് ഡൈവേർഷൻസ് ആയിരിക്കുമല്ലോ. അതായത് എനിക്കൊരു കുഴപ്പമുണ്ട്, എനിക്ക് എന്നോട് ആരെങ്കിലും ഏത് കളറാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഏത് ഫുഡാണ് ഇഷ്ടം, ഏത് സിനിമ, ഏത് ബുക്ക്, ഇഷ്ടങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ഒരു ഇഷ്ടം ഉണ്ടാവും. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു തീവ്രവാദി എൻ്റെ അടുത്ത് എന്നെ തട്ടിക്കൊണ്ട് പോയി എന്നെ താമസിപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ തീവ്രവാദിക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടാവുമായിരിക്കും എന്ന് കരുതിയിട്ട് അതും അങ്ങോട്ട് സിംപ്ലിഫൈ ചെയ്ത് കളയുന്ന ഒരു സ്വഭാവമാണ്. അപ്പോൾ എനിക്കിത് എൻ്റെ മനസ്സിൻ്റെ പ്രശ്നമാണോ അതോ എന്താണ് ഈ സ്വഭാവം ഇങ്ങനെ? ഇതൊരു ഡബിൾ സ്റ്റാൻഡ് അല്ലേ, ഒന്നിനൊരു നിലപാടില്ലാത്തൊരു സ്വഭാവം അല്ലേ എന്ന് ഞാൻ എന്നോട് സ്വയം ചോദിക്കാറുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക്? നമുക്ക് നിലപാട് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ തന്നെ പെടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് 15 വയസ്സുള്ള നിലപാടല്ല 18ാമത്തെ വയസ്സിൽ. പക്ഷെ 15 വയസ്സിൽ 100% ഉറപ്പായിരുന്നൊരു കാര്യമാണ് 18ാമത്തെ വയസ്സിൽ വിഡ്ഢിത്തരാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് പുതിയ പുതിയ അറിവുണ്ടാവുന്നതിനനുസരിച്ച് ഇപ്പോൾ ഒരു ശാസ്ത്രീയമായി ജീവിതത്തെ നോക്കിക്കാണുന്ന ഒരാൾക്ക് ഒരിക്കലും നിലപാടുണ്ടാവില്ല. ഒരു വിശ്വാസിക്ക് മാത്രമേ നിലപാടുണ്ടാവൂ. അതൊരു പോയിന്റാണല്ലോ. ഒരു വിശ്വാസി നിലപാടുള്ള ആളായിരിക്കും. ദൈവമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, അതൊരിക്കലും മാറാൻ പോകുന്നില്ല വിശ്വാസിക്ക്. അപ്പം അതായത് വിശ്വാസികളായിട്ടുള്ളത് എന്തിലുള്ള വിശ്വാസവും, വിശ്വാസികൾ എപ്പോഴും ഉറച്ച നിലപാടുള്ളവരാണ്. ഏതെങ്കിലും ഒരു ഇസങ്ങളിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നവർ കാര്യമാണോ? എല്ലാവരും എനിസം. ഇപ്പോൾ ഒരു ഗുരുക്കന്മാരിൽ വിശ്വസിക്കുന്നവര് അല്ലെങ്കിൽ ആശയങ്ങളിൽ വിശ്വസിക്കുന്നവര്, വിശ്വാസം അന്വേഷകൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നവനാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ അദ്വൈതത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ അയാൾ റിലീജിയസ് മൈൻഡിലുള്ള ആളാണ്. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ നിരന്തരമായ അന്വേഷണമുള്ള ആളാണ് സ്പിരിച്വൽ. എവിടെയും ഉറച്ചു നിൽക്കാത്ത ഒരാൾക്ക് പറയുന്ന പേരാണ് സ്പിരിച്വൽ. പക്ഷെ ഒരു കാര്യം അയാളുണ്ടാവും, ഒരു തരത്തിലുമുള്ള വിഭാഗീയതയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദർശനത്തിൻ്റെ കൂടെയും ഒരു അന്വേഷകൻ ഉണ്ടാവില്ല. ഇപ്പോൾ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു ഉള്ളായിരിക്കും ആൾക്കുണ്ടാവുക. എന്ത് ന്യായീകരണം പറഞ്ഞാലും പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും പറഞ്ഞാൽ ഉടനെ അയാൾ അതിനെ ക്യാൻസൽ ചെയ്യും. അങ്ങനെ രണ്ടില്ല, ലോകമേ ഉള്ളൂ എന്ന് പറയും. ആ ആളാണ് അന്വേഷകൻ. പാശ്ചാത്യൻ പൗരസ്ത്യൻ എന്ന് പറയുന്നത് രണ്ട് വിശ്വാസമാണ്. ഭൂമിയിൽ അങ്ങനെ ഇല്ലല്ലോ. പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും നമ്മൾ മുറിച്ചിട്ട വിശ്വാസങ്ങളാണ്. ജാതി വിശ്വാസമാണ്, ദർശനം വിശ്വാസമാണ്. അപ്പോൾ വിശ്വാസങ്ങളിലാണ് നമ്മൾ ഉറച്ചു നിൽക്കുക. അപ്പോൾ ഗുരുനിത്യ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ ഒരു സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറഞ്ഞതാണ്. സാങ്കേതികമായി ഞാനൊരു ഇന്ത്യക്കാരനും ആത്മീയമായി ഞാനൊരു ലോക പൗരനുമാണ്. അപ്പോൾ ഇത് സാങ്കേതികമായിട്ട് ഉറപ്പായിട്ട് നമ്മൾ പാസ്പോർട്ടിൽ നമുക്ക് വേൾഡ് സിറ്റിസൺ എഴുതാൻ പറ്റില്ല. അത് സാങ്കേതികമാണ്, ടെക്നിക്കലായിട്ടാണ്. ഇമോഷണലി വൈകാരികമായിട്ട് ഞാൻ ലോക പൗരനാണ്. അപ്പോൾ ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും നിലപാടുണ്ടായിരിക്കണം. ആ നിലപാടെന്ന് പറയുന്നത് ഏതെങ്കിലും ആശയമല്ല, ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് എന്ന് പറയുന്ന നിലപാടാണ്. സർവം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതല്ലാത്ത ഒന്നിനെയും അവർ സ്വീകരിക്കില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള എന്തും ഒക്കെയാണ്. ഒരാൾ തല കുത്തി നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ മനമലർ കൊയ്ത് മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിടേണ്ട. മനമലർ കൊയ്തും വനമലർ കൊയ്തും അതല്ലയായികിൽ മായാ മനുവുരുവിട്ടുമിരിക്കൽ മായ മാറും. ഗുരുവിൻ്റെ ദർശനമാണ്. ഒരാൾ മനമലർ കൊണ്ട്, അതായത് അവൻ്റെ ആനുഭൂതികമായിട്ടുള്ള ഒരു ലോകത്തിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അയാളായിട്ട് ചുമ്മാ ജീവിച്ചാൽ മതി. ഇനി ഒരാൾ വനമലർ കാട്ടിൽ നിന്ന് പൂവ് പറിച്ചുകൊണ്ട് വന്ന് മുമ്പിലൊരു ദൈവത്തെ സങ്കല്പിച്ചൊരു ബിംബത്തെ വെച്ച് അതിനെ പൂജിക്കുകയാണെങ്കിലും കുഴപ്പമില്ല.
ഇനി ഒരാൾ മായാമനുവുരു വിട്ടുമിരിക്കൽ മന്ത്രം ചൊല്ലിയിരിക്കണമെങ്കിലും കുഴപ്പമില്ല, ഒരാൾ തല കുത്തിയേക്കാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അത് മായ മാറാനായിരിക്കണം. ഞാൻ, നീ, ഞങ്ങൾ, നിങ്ങൾ, അത്, ഇത് എന്നൊക്കെ പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ദ്വേഷം നിറയ്ക്കുന്ന എല്ലാ തരത്തിലുമുള്ള വിഭാഗീയതയും ഇല്ലാതാക്കാനായിരിക്കണം അത് ചെയ്യേണ്ടത്. അല്ലാത്തതിനെ ഒക്കെ എതിർക്കുന്ന ഒരു നിലപാട് അന്വേഷകർക്കുണ്ട്. ഒരു തീവ്രവാദം നമ്മുടെ മുമ്പിൽ വന്നിരുന്ന് പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരാളെ ഹിംസിക്കുന്ന കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഹിംസയുടെ കൂടെ ഞാനില്ല എന്ന് പറയുന്നത് വേണം. അത് വേണം. പക്ഷെ ഒരാൾ വന്നിരുന്നിട്ട് മീൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീൻ കഴിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറയുന്നത് അത് കുഴപ്പമാണ്. കാരണം അങ്ങനെ പറയാനുള്ള റൈറ്റ് നമുക്കില്ല. അപ്പം ഇത് വളരെ കോണ്ടെക്സ്റ്റുവലാണ്. അപ്പം ഒരു നിലപാട് എന്ന് നമ്മൾ പറയുന്നത് സോക്കോൾഡ് നിലപാട് എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ വിശ്വാസം ഇല്ലാതെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണോണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തിലൊക്കെയോ വിശ്വസിക്കുന്നവരാണ് മനുഷ്യൻ. അതുണ്ട്. നമ്മളീ പറയുന്ന ജാതിയിലോ മതത്തിലോ കവിത, പോയട്രി എന്ന് പറഞ്ഞത് എന്താണ് ശരിക്കും? ജീവിതം. ഇപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ ഈ ഭൂമി പൊട്ടിത്തെറിക്കില്ല എന്നും ഇത് കൃത്യമായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമെന്നും നമ്മളിവിടെ സുരക്ഷിതരാണ് എന്നുമുള്ള ഒരു വിശ്വാസം നമ്മുടെ ബ്രെയിനിൽ ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ പീസ്ഫുള്ളായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം കൃത്യമായിട്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ ഉണർന്നു വരുന്ന ആശയത്തിനനുസരിച്ച് കൃത്യമായിട്ടുള്ള വാക്ക് എനിക്ക് പറയാൻ പറ്റും എന്ന വിശ്വാസമാണ് എൻ്റെ അവിടെ ഇരുത്തുന്നത്. കുഴപ്പമില്ലാതെ ഇരുത്തുന്നത് വെറും വിശ്വാസമാണ്. ഒറ്റ സെക്കൻഡ് മതി എൻ്റെ വായിൽ ഉമിനീര് വരാതിരിക്കാം. എൻ്റെ നാവ് പല്ലിൻ്റെ ഇടയിൽ പെടില്ല എന്ന വിശ്വാസമാണ്. ഒരിക്കൽ വെറുതെ ഡോക്ടർ വന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് സംസാരിക്കണം കേട്ടോ, നാവ് ചിലപ്പോൾ പല്ലിൻ്റെ ഇടയിൽ പെടുമെന്ന് പറഞ്ഞാൽ ഞാൻ പെടും. ആ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്താൽ ഉടനെ പിന്നെ എനിക്ക് പാടായിരിക്കും സംസാരിക്കാൻ. അപ്പം ഏതൊക്കെയോ സട്ടിലായിട്ടുള്ള നമ്മളുടെ ജീവനിലും ജീവിതത്തിലും നമ്മുടെ ജീവനിൽ നടക്കുന്ന ഫങ്ഷനിങ്ങിലൊക്കെ ഉള്ളൊരു വിശ്വാസമാണ് നമ്മളെ പീസ്ഫുള്ളാക്കുന്നത്. അനുപമനെ കൊല്ലില്ല എന്നുള്ള വിശ്വാസമാണ് ഈ അടച്ച മുറിയിൽ ഞാനിവിടെ ഇരിക്കുന്നതിന് കാരണം. ധീരനായതുകൊണ്ടല്ല ഇവിടെ ഇരിക്കുന്നത്, വിശ്വാസി ആയതുകൊണ്ടാണ് അർത്ഥത്തിൽ. കാരണം ഇപ്പോൾ നമ്മൾ ഈ 3 പേര് ഇവിടെ ഇരിക്കുമ്പോൾ 3 പേര് പരസ്പരം ഉപദ്രവിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റെ ബോഡിയെ ഇവിടെ പീസ്ഫുള്ളാക്കിയിരുന്നത്, ആത്മജ്ഞാനമല്ല. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ഓരോ ഘട്ടത്തിലും നമ്മളുടെ കൂട്ടത്തിലുള്ളൊരു കാര്യമാണ്. ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ച്, ദൈവത്തിൽ മാത്രമാണ് ആർക്കും വിശ്വാസം ഇല്ലാത്തത്. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന വിശ്വാസമാണുള്ളത്. ദൈവത്തിൽ ആരും വിശ്വസിക്കുന്നില്ല. മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുന്നത് പണം, ബന്ധുക്കൾ, ബലം, അധികാരം, ഇതിലൊക്കെയാണ് വിശ്വസിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, എനിക്ക് തോന്നുന്നു ദൈവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ദൈവവിശ്വാസികൾക്കെതിരായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവവിശ്വാസി ദൈവത്തെക്കുറിച്ച് ഓർക്കുന്നത് പ്രയാസം വരുമ്പോൾ മാത്രം, അല്ലാതെ അവർക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല. അല്ല, ഇതെനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം എന്നോടൊരു ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും ദുഃഖങ്ങളൊക്കെ വന്നാൽ മാത്രമാണ് ഞാൻ ദൈവത്തിനെ വിളിക്കുന്നതും അമ്പലത്തിൽ പോകുന്നു. അല്ലാത്ത സമയത്ത് ദൈവം ഉണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് നമ്മളൊരു നന്ദിയെങ്കിലും പറയണ്ടേ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ. അതുപോലും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ ഈ പറഞ്ഞത് അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ വിശ്വസിക്കുന്നത് ദൈവത്തിലല്ല. അവന് ബലം വേണം, പണം വേണം, പ്രശസ്തി വേണം, സ്വത്ത് വേണം, ജോലി വേണം, ഇങ്ങനെയുള്ള അധികാരം വേണം, ബലം വേണം, ബന്ധുക്കൾ വേണം. ഇതൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് നിലനിർത്താൻ ദൈവവിശ്വാസം സഹായിക്കുമെങ്കിൽ അതും കൂടി ആവാം എന്നാണ്. ദൈവം എന്ന് പറയുന്നത് പൊതുവെ മനുഷ്യൻ്റെ ചിന്തയുടെ വിഷയമേ അല്ല. അവൻ്റെ ചിന്തയുടെ വിഷയം അന്നം, വസ്ത്രം, പാർപ്പിടം, സുഖലോലുപത, സമാധാനം, ജീവിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടാവണം എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പൊതുവെ ഏറ്റവും കൂടുതൽ ദൈവവിശ്വാസികളുള്ളത് ഈ മിഡിൽ ക്ലാസ്സിലും ദരിദ്രർക്കിടയിലായിരിക്കും. അങ്ങനെ പറയരുത്. അംബാനി ഫുൾ ടൈം പൂജ ചെയ്തുകൊണ്ട് നടക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നേരത്തെ പറയുന്നത് പോലെയാണ്. അടിസ്ഥാനപരമായിട്ട് അവരുടെ സ്വത്തിന്, അംബാനിയുടെ വിഷയമല്ല കേട്ടോ ഞാൻ പറയുന്നത്, എല്ലാവരുടെയും അവരുടെ അധികാരത്തിനെയും സ്വത്തിനെയും ഒക്കെ നിലനിർത്താനുള്ള ശ്രമത്തിലാണ്. എൻ്റെ ജീവിതത്തിന് സ്വസ്ഥത തരുമെന്ന് ഞാൻ 100% വിശ്വസിക്കുന്ന കാര്യങ്ങളെ
ഒന്നുകൂടി നിലനിർത്താൻ പൂജ സഹായിക്കുമെങ്കിൽ ഞാൻ പൂജ ചെയ്യും. അല്ലാതെ എനിക്ക് ആത്മോത്കർഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകണ എത്ര പേരുണ്ട്? അതെല്ലാം നിറഞ്ഞിരിക്കുമ്പോ ഒരാള് പോവില്ലല്ലേ ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ചെറിയൊരു ചോദ്യം. ഇപ്പൊ ഞാൻ എന്ന് പറയുന്ന ഒരു ഏകകം ഈ സമഷ്ടിയിൽ നിന്ന് വേറിട്ടതുപോലെ ഞാൻ അനുഭവിക്കുന്നു. അതിന് കാരണം എൻ്റെ വാസനകളാണ്. അതുകൊണ്ട് എൻ്റെ വാസനാക്ഷയമുണ്ടായി ഞാനും പ്രപഞ്ചവും തമ്മിലുള്ള ഭേദബുദ്ധി ഇല്ലാതെയായി എല്ലാം പാരസ്പര്യത്തിലാവാൻ വേണ്ടി എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ദൈവത്തെ വിളിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? മലയാളത്തിൽ പറയോ? അല്ല, അതിനാണല്ലോ ശരിക്കും ദൈവം എന്ന് പറയുന്ന വിശ്വാസം. എൻ്റെ ഈഗോ ഇല്ലാതാവാൻ, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന എൻ്റെ സങ്കുചിതത്വം ഒഴിവായി ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു പാരസ്പര്യം ഉണ്ടാവാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആരും ദൈവത്തിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് ദൈവവിശ്വാസികൾ. അവർ വിശ്വസിക്കുന്നത്, യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് ബന്ധുക്കളിലും ബലത്തിലും പണത്തിലും ഒക്കെയാണ്. നാരായണ ഗുരുവിനെ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം മാംസപിണ്ഡമായി കിടക്കുന്ന കാലത്തെ സ്മരിച്ചിട്ട് ഒരു കൃതിയുണ്ട്. പിണ്ടനന്ദി എന്നാണ് പേര്. മാംസപിണ്ഡം നന്ദി പറയേണ്ടതാണ്, ഗ്രാറ്റിറ്റ്യൂഡാണ്. അതിൽ പറയുന്നൊരു 4 വരി: ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ, എന്തൊന്ന് കൊണ്ടിത് വളർന്നതഹോ വിചിത്രം, എൻ തമ്പുരാൻ്റെ കളി ഇതൊക്കെയെന്നറിഞ്ഞാൽ അന്ധത്വമില്ല, അതിനു നീ അരുളിയിടു ശംഭോ. അപ്പോൾ എനിക്കൊരു അന്ധത്വമുണ്ട്. കാരണം ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ജീവിതം മുമ്പോട്ട് പോകുന്നത് ബന്ധുക്കളുള്ളത് കൊണ്ടും ബലമുള്ളത് കൊണ്ടും ധനമുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഗുരു ചോദിക്കുന്നത്, അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം മാംസപിണ്ഡമായി കിടന്നിരുന്ന കാലത്ത് ഒരു ബന്ധുക്കളുണ്ടായിരുന്നില്ല, നിനക്ക് പണം ഉണ്ടായിരുന്നില്ല, ബലമുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും സങ്കീർണമായിട്ടുള്ള ആ ഒരു വയറ്റിൽ നീ എങ്ങനെയാണ് പുലർന്നത് എന്നൊന്ന് ചിന്തിക്കൂ. അപ്പോൾ നിൻ്റെ അന്ധത മാറിക്കിട്ടും. ആ അന്ധത മാറിക്കിട്ടാൻ നീ എനിക്ക് അരുളേണമേ, അനുഗ്രഹിക്കണം. ഇതാണ് ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തിയുള്ള എത്ര പേര്, ഈ അന്ധത്വം മാറിക്കിട്ടാനുള്ള ഭക്തിയുള്ളവർ എത്ര പേരുണ്ടാവും? അപ്പം അത് അടിസ്ഥാനപരമായിട്ട് ഞാൻ വിശ്വാസി എന്ന് പറയുന്നത് ഈ ബന്ധുക്കളിലും ബലത്തിലും ധനത്തിലും വിശ്വസിക്കുന്നവർ. ആ നിലനിൽപ്പിന് സഹായിക്കുന്നതിനെ നിലനിർത്താൻ വേണ്ടി എന്നെ ഗുരുക്കന്മാർ സഹായിക്കുമെങ്കിൽ അവരുടെ കാൽക്കൽ പോയി നമസ്കരിക്കാൻ ഞാൻ തയ്യാറാണ്. ദൈവം അമ്പലം സഹായിക്കുമെങ്കിൽ, ചർച്ച് സഹായിക്കുമെങ്കിൽ, നിസ്കാരം സഹായിക്കുമെങ്കിൽ. അല്ലാതെ മനുഷ്യർ നരകത്തെ പേടിച്ചിട്ടോ സ്വർഗത്തെ കാമിച്ചിട്ടോ ഒന്നുമല്ല ഇവിടെ കൊള്ളാവുന്ന മനുഷ്യരായിട്ട് ജീവിക്കുന്നത്. ജയില് പേടിച്ചിട്ട് ദൈവത്തെ ഭയന്നിട്ടൊന്നും നന്നായി ജീവിക്കുന്ന മനുഷ്യരില്ല. ഞാൻ എന്തെങ്കിലും ചെയ്താൽ ഒന്നുകിൽ നാട്ടുകാർ കൈവെക്കും, അല്ലെങ്കിൽ പോലീസ് പിടിച്ച് ജയിലിലിടും. ഇത് രണ്ടൊന്നും ഒഴിവാക്കി നോക്കൂ. നാട്ടുകാർ കൈവെക്കില്ല എന്നും ജയിലില്ലാതാക്കുകയും ചെയ്താൽ ഇവിടെ ഏറ്റവും കൂടുതൽ ക്രിമിനൽസ് വരുന്നവരിൽ എല്ലാവരും ഉണ്ടാവും. അല്ലെങ്കിൽ ദൈവവിശ്വാസി ഒരിക്കലും ക്രിമിനൽ ആവില്ലല്ലോ. എന്നാൽ പിന്നെ ദൈവവിശ്വാസമുള്ള നാടുകളിൽ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇടയിൽ ജയിലിൻ്റെ ആവശ്യമില്ല, ശിക്ഷയുടെ ആവശ്യമില്ല. ദൈവത്തിൻ്റെ ശിക്ഷ ഭയന്ന് അവരിവിടെ നല്ലവരായിട്ട് ജീവിക്കില്ലേ? ദൈവത്തിൻ്റെ ശിക്ഷ ഭയന്നിട്ട് അല്ല ഇവിടെ മനുഷ്യർ കൂടുതലും നല്ലവരായിട്ട് ജീവിക്കുന്നത്. കൂടുതലും മനുഷ്യരും നല്ലവരായിട്ട് ജീവിക്കുന്നത് പോലീസിൻ്റെതും നാട്ടുകാരെയും ഇടിയിട്ടൊന്നും പേടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ ഇതിനെ പറയാൻ ശ്രമിക്കുന്നത് നമ്മളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ള ഒന്നുകിൽ മൂല്യവത്തായിട്ടുള്ളൊരു ആശയം വേണം, അല്ലെങ്കിൽ കവിത വേണം, അല്ലെങ്കിൽ സംഗീതം വേണം, അല്ലെങ്കിൽ സ്വർഗവും നരകവും വേണം. ഞാൻ കവിതയെയും സ്വർഗവും നരകത്തെയും ഒരുപോലെ കാണുന്നത്. കാരണം നമ്മൾ എന്ന് പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള, ഇത്രയും നിസ്സഹായത അനുഭവിക്കുന്ന, ഇത്രയും ബലഹീനത അനുഭവിക്കുന്ന, ഇത്രയും എന്താ പറയുക, സ്വന്തം ഇരിപ്പിടം പിടികിട്ടിയിട്ടില്ലാത്ത ഒരു ജീവി മനുഷ്യനെ പോലെ വേറെയില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു ചെറിയൊരു ഉദാഹരണമാണ്. നമ്മൾ കുറേ മാംസവും കുറേ പുല്ലും അതുപോലെ കുറേ കല്ലും കുറേ മലവും കുറേ ചോറും കുറേ കരിമ്പും ഒക്കെ ഒരു സ്ഥലത്തേക്ക് വെച്ചിട്ട് അവിടേക്കൊരു സിംഹക്കുഞ്ഞിനെ വിടുക. സിംഹക്കുഞ്ഞ് പോയിട്ട് എന്തായിരിക്കും കഴിക്കുക? മാംസം. ഒരാനക്കുഞ്ഞാണെങ്കിലോ? പുല്ല്. മാൻകുഞ്ഞാണെങ്കിലോ? പുല്ല് തന്നെ. മനുഷ്യക്കുഞ്ഞാണെങ്കിലോ?
മനുഷ്യക്കുഞ്ഞിനെ പറ്റി അവിടെ എന്താ ഉണ്ടായിരുന്നത്? എന്താ ആലോചിച്ചേ? ആദ്യം കയ്യിലെട്ടിയത് വായിലിടും. കല്ലാണെങ്ക കല്ല്, മലാണെങ്ക മലം. അറിയില്ലല്ലോ അല്ലേ? അപ്പോൾ പിന്നെ എന്താണ്? അപ്പോൾ നമ്മളാണോ കൊള്ളാവുന്നവർ, അവരാണോ കൊള്ളാവുന്നത്? നമ്മൾ അടിസ്ഥാനപരമായ ഭക്ഷണം പോലും, എൻ്റെ ശരീരത്തിന് ആരോഗ്യം നൽകുന്ന തരത്തിലുള്ള അന്നം തിരഞ്ഞെടുക്കേണ്ട ഇൻസ്റ്റിങ്ക്റ്റ് പോലും ഉറച്ചു കിട്ടാത്ത ജീവിയാണ് നമ്മൾ. പിന്നെ നമ്മൾ ആശയം കൊണ്ട് നമ്മളെ പൊലിപ്പിച്ച് വലിയ എന്താ പറയുക, മനുഷ്യജന്മം കിട്ടണമെങ്കിൽ പ്രത്യേക അനുഗ്രഹം വേണമെന്നൊക്കെ. പിന്നെ ഒരു ഗുരുവിൻ്റെ അടുത്തെത്തണമെങ്കിൽ അതിനെയൊക്കെ, ഈ ഗുരുവിൻ്റെ അടുത്തെത്തിയമാരാണ് പിന്നീട് ഏറ്റവും വലിയ ക്രിമിനൽസ് ആയിട്ട് മാറുന്നത്. എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നതെന്ന് പറയുന്നത്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അവിടെ ഒരു പേർഷ്യൻ പൂച്ചയുണ്ട്. ഇതൊന്ന് പോയിട്ട് ആ പേർഷ്യൻ പൂച്ച ആയിരുന്നെങ്കിൽ നല്ല ഈ ജീവിതത്തിനേക്കാൾ സുഖകരമായിരിക്കും തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് അവർക്ക് മിനിമം നീഡേ ഉള്ളൂ. വളരെ നേച്ചർ. അവർ പണിയെടുക്കണ്ട, അവർക്ക് ധ്യാനിക്കണ്ട, തപസ് ചെയ്യണ്ട, ഡിസയർലെസ് ആവാൻ. അവരെ അത്യാവശ്യം വേണ്ട കുറച്ച് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ഒരാളായിട്ട് യുദ്ധത്തിന് പോകണമെന്നില്ല. അവിടെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് ശാന്തമായിട്ട് കിടന്നുറങ്ങണം. പിന്നെ വെറുതെ ഉറങ്ങല, നല്ല സുഖമായിട്ട് ക്ലീൻ ചെയ്ത് റിലാക്സ്ഡാണ്. നമ്മൾ ഈ മനസ്സിനെ ഒരാവശ്യമില്ലാത്ത, അപ്പുറത്ത് കൂടെ ഒരാൾ നടന്നു പോയാൽ മതി. നമ്മുടെ ഒരു സുഹൃത്ത് അപ്പുറത്ത് കൂടെ നടന്നു പോയി എഴുതുക, അയാൾ നമ്മൾ നോക്കിയൊന്നും ചിരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച നമ്മൾ അസ്വസ്ഥരായിട്ടിരിക്കും. നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് നമ്മൾ പോയിരുന്നിട്ട് നമ്മളോട് തന്നെ പറയും, അയാൾ നമ്മളെ കണ്ടിട്ടുണ്ടാവില്ല എന്നേ, നീ എന്തിനാ അസ്വസ്ഥനാവുള്ളത്? അതായത് നമ്മൾക്ക് ശരിയായ ധാരണ ഉണ്ടായാൽ പോലും, ഞാൻ തന്നെ എന്നോട് പറയുകയാണ്, നീ ഷൗക്കത്തെ നീ വിഷമിക്കണ്ട, അയാൾ ചിലപ്പോൾ നിന്നെ കണ്ടിട്ടുണ്ടാവില്ല, കാണാതെ നീ വിചാരിച്ചതായിരിക്കും കണ്ടിട്ടും ചിരിക്കാതെ പോയതാണെന്ന്, നീ അസ്വസ്ഥനാവണ്ട എന്ന് പറഞ്ഞ് ഇത് നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നത്, ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടായി. ശരിയായ ധാരണ ഉണ്ടായാലും സ്വസ്ഥത കിട്ടാത്ത മനസ്സിൻ്റെ ഉടമയാണ് നമ്മൾ. അതായത് ഒരു കോംപ്ലക്സ് സാധനമാണ് ഈ മനുഷ്യൻ. കുറെ ഇമോഷൻസ് നമ്മളുടെ അടുത്ത് കൊണ്ടിട്ടിട്ട് നമ്മളോട് തന്നെ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നതും. ചിന്തയിലും വാചകടിയിലും മാത്രമേ നമുക്ക് ക്ലാരിറ്റി ഉള്ളൂ. ക്രിസ്റ്റൽ ക്ലിയർ ചിന്ത ഉണ്ട് നമുക്ക്, കൃത്യമായിട്ട് 1+1=2 എന്ന് പറയും. പക്ഷെ ഞാനൊന്ന് അസ്വസ്ഥനായാൽ എന്നെയും എൻ്റെ ചുറ്റുപാടിനെയും അസ്വസ്ഥമാക്കുന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കും. അത് സർവജ്ഞനായിട്ട്, അതിന് ദൈവവിശ്വാസി യുക്തിവാദി ഒന്നുമില്ല. ഈഗോക്ക് മതല്ല. സത്യത്തിൽ മതമില്ലാത്ത ഒരാളേ ഉള്ളൂ, അത് ഈഗോയാണ്. പുള്ളീനെ തൊട്ടാൽ ആരായാലും പുള്ളി തട്ടും. അതുകൊണ്ട് അടിസ്ഥാനപരമായി കോൺഷ്യസ്നെസ് ഒരു വർഗീയവാദിയാണ്. ഹ്യൂമൻ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു വർഗീയവാദിയാണ്, ഫാസിസ്റ്റാണ്. അപ്പൊ ഈ കോൺഷ്യസ്നെസ്സിനെ അടക്കി ഒതുക്കി വെച്ചവരായിരിക്കില്ലേ ഗുരുക്കന്മാരൊക്കെ? അവർക്കും ഉണ്ടോ ഇതല്ല? അല്ല, ഈഗോ ഇല്ലാത്ത ആരുമില്ല. പക്ഷേ അതിൻ്റെ മൂർച്ച ഏറ്റവും കുറഞ്ഞിരിക്കുന്നവരെയാണ് നമ്മൾ ഗുരുക്കന്മാർ എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ മാർദ്ദവമുള്ളതായിട്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു ആഴത്തിലുള്ള ദർശനം പറഞ്ഞു എന്നതുകൊണ്ട് നമ്മൾ ആരെയും സ്നേഹിച്ചിട്ടില്ല. നമ്മൾക്കൊരാളുടെ പ്രസൻസിൽ നമുക്ക് സ്വസ്ഥത കിട്ടിയപ്പോഴാണ് നമ്മൾ അവരെ സ്നേഹിച്ചിട്ടുള്ളത്. സ്നേഹത്തെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് പ്രഭാഷണം നടത്തുന്ന ആളെയൊന്നും നമ്മൾ സ്നേഹിക്കില്ല. പക്ഷേ സ്നേഹം നമ്മൾ അനുഭവിപ്പിച്ച ഒരാളെ നമ്മൾ സ്നേഹിക്കുള്ളൂ. അതായത് ആശയങ്ങളെ അല്ല നമ്മൾ സ്നേഹിക്കുന്നത്. നമ്മളൊരാൾ ഗുരു എന്ന് വിളിക്കുന്നത് ഗുരു ജ്ഞാനി ആയതുകൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് അത്രയും ആഴത്തിലുള്ളൊരു ധന്യത അനുഭവിക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. നമ്മളൊരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. നമ്മളൊരു വലിയ ചിന്തകന്മാരെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഓക്കെ കൊള്ളാമെന്ന് പറയുമായിരിക്കും, പക്ഷെ നമ്മളയാളുടെ കൂടെ ചെന്ന് ഇരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. നമുക്കൊരു ഹാർമണി തരുന്ന, സമാധാനം തരുന്ന ഒരു പ്രസൻസാണ് നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെയുള്ള മനുഷ്യരുടെ കൂടെ ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ല, അങ്ങനെയുള്ള ഒരാളെയാണ് ഗുരു എന്ന് പറയുന്നത്. കാരണം ഗുരുവിനെല്ലാം നീഡ്സ് ഒക്കെ വളരെ സിമ്പിൾ ആയിരിക്കണം, കൂടുതൽ ഡിസയേഴ്സും വാൺസും ഒന്നും പാടില്ല, ഒരു ആശ്രമം കിട്ടിയിരിക്കുന്ന ആളായിരിക്കണം ഗുരു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ എനിക്കൊരു സംശയമുള്ളത്, സ്വന്തമായിട്ട് ഹോസ്പിറ്റലുകളുള്ള ഗുരുക്കന്മാർ ഇവിടെയുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങളും. അപ്പൊ അങ്ങനെയുള്ള ഗുരുക്കന്മാർക്ക് കൂടുതൽ ആൾക്കാരെ സഹായിക്കാനും അവരുടെ ലൈഫിൽ ഒരു വെളിച്ചം പകരാനും നൽകുന്നില്ലേ? അപ്പൊ ഇതെല്ലാം ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. ഞാനിപ്പോ ചെരുപ്പിടാതെ നടക്കുന്നു എന്നതുകൊണ്ടോ
പട്ടിണി എടുക്കുന്നതുകൊണ്ടോ ലളിതമായിട്ട് ജീവിക്കുന്നതുകൊണ്ടോ ഒന്നും ഒരാൾ ഗുരുവാകുന്നോ സന്യാസിയാകുന്നോ ഞാൻ കരുതുന്നില്ല. ഞാൻ ഏറ്റവും ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള യോഗിമാരെ, സന്യാസിമാരെ അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് അന്വേഷണം നടത്തുന്നവരെ ഞാൻ കണ്ടിട്ടുള്ളത് ഹിമാലയസിലാണ്. ഞാനൊരു 10-15 വർഷത്തോളം നിരന്തരം ഹിമാലയം യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. എല്ലാ വർഷവും ഒരു മാസമെങ്കിലും ഹിമാലയത്തിൽ പോയിട്ടുള്ള ആളാണ്. ഈ പകല് ഈ ഭസ്മൊക്കെ പൂശി ഭയങ്കര ധ്യാനത്തിലിരിക്കുന്ന ആളുകൾ രാത്രി ആയി കഴിഞ്ഞാൽ, ഭക്തരൊക്കെ മലയിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പൂരെ തെറി വിളിച്ച അടിയാണ്. എന്തിന്? പല സ്ഥലത്ത് ചെറിയ ചെറിയ കാര്യത്തിന്, കഞ്ചാവ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാത്തതിനും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കാണ് അവരുടെ ഈഗോ ഹർട്ടാവുക. ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്. അത് നമ്മൾ പൗരോഹിത്യത്തിൻ്റെ, ഏത് റിലീജിയൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഇടയിൽ ചെന്നാലും നമ്മൾ ഈ വേഷം ധരിച്ചിരിക്കുന്നവരെ, അതും ഇസ്ലാമെന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനിയെന്നോ ബുദ്ധിസ്റ്റ് എന്നോ ഒന്നുമില്ല, അടിസ്ഥാനപരമായിട്ട് മനുഷ്യരാണ്. ഇപ്പം ലളിതമായി ജീവിക്കുന്നു എന്നതുകൊണ്ടൊന്നും ഒരു മനുഷ്യൻ കൊള്ളാവുന്ന ഒരാളായിരിക്കുമെന്നോ, ഇനി സമ്പന്നതയിൽ ജീവിക്കുന്നു എന്നതുകൊണ്ട് മോശം ആളായിരിക്കുമെന്നോ പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ എനിക്കറിയാം, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 10 രൂപ പോലും ഇല്ലാതിരുന്ന കാലമുണ്ടായിരുന്നു. ആ രീതിയിൽ നടന്നിരുന്ന കാലത്ത് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഞാൻ പൈസ ഇല്ലാത്തതുകൊണ്ടായിരുന്നില്ല. അന്ന് താടി മുടിയൊക്കെ വളർത്തി ഒരു മുഷിഞ്ഞ ജുബ്ബൊക്കെ ഇട്ട് സഞ്ചൊക്കെ തൂക്കി നടക്കുന്ന കാലത്ത് എന്നെ ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും ഇപ്പം എന്നോടൊരു റെസ്പെക്റ്റും ഇല്ല. കാരണം ഇപ്പം ഞാൻ അത്യാവശ്യം കൊള്ളാവുന്ന വസ്ത്രമൊക്കെ ധരിച്ച് മുടിയൊക്കെ വെട്ടി വണ്ടിയൊക്കെ ഓടിച്ച് നടക്കുക. അപ്പം എൻ്റെ ആ ഒരു ത്യാഗം പോയിരുന്നു, ആ ഒരു സ്പിരിച്വൽ ക്വാളിറ്റി നഷ്ടപ്പെട്ടു എന്നാണ് അന്ന് എന്നെ സ്നേഹിച്ചിരുന്നവർ പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സ്പിരിച്വൽ ആയത് ഞാനിപ്പോഴാണ്. ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോയി എൻ്റെ പുസ്തകമൊക്കെ വിറ്റ് അതിൻ്റെ റോയൽറ്റിയൊക്കെ നമുക്ക് കുറച്ച് പൈസ കിട്ടും. ഇതെനിക്ക് കിട്ടുമ്പോൾ എനിക്ക് ചുറ്റും കുറേ മനുഷ്യരുണ്ട് ആവശ്യങ്ങളുള്ള സുഹൃത്ത്. ഞാൻ ചാരിറ്റി ചെയ്യുന്ന ആളല്ല, പക്ഷെ നമുക്ക് ചുറ്റും പലതരത്തിൽ പ്രശ്നങ്ങൾ പറയുന്നവർ വരും. അവർക്കൊക്കെ എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആശുപത്രി കെട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരിക്കുന്നു എന്നതുകൊണ്ട് അവർ മോശക്കാരും, പട്ടിണി കിടന്ന് കുഞ്ഞ് കുടിലിൽ താമസിക്കുന്നു എന്നതുകൊണ്ട് റിയലായിട്ടുള്ള ആശ്രമവാസികളാണെന്നൊന്നും കരുതുന്നതിലൊന്നും ഇതൊന്നും അല്ല എൻ്റെ ക്രൈറ്റീരിയ. നേരത്തെ പറഞ്ഞതുപോലെയാണ് മനുഷ്യൻ ഞാൻ, നീ, ഞങ്ങൾ, നിങ്ങൾ എന്ന് പറഞ്ഞ് ജാതിയുടെ, മതത്തിൻ്റെ, ആശയത്തിൻ്റെ ഒക്കെ പേരിൽ, ദേശത്തിൻ്റെ ഒക്കെ പേരിൽ വേറെ വേറെയായി തിരിഞ്ഞ് മനുഷ്യർക്കിടയിൽ വിദ്വേഷം പരത്തുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ്. അതിനെയാണ് നമ്മൾ സത്യത്തിൽ എന്താ പറയുക അഡ്രസ്സ് ചെയ്യേണ്ട വിഷയം. പലപ്പോഴും വളരെ പട്ടിണി കിടക്കുന്ന ആളുകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ വർഗീയവാദികളായിട്ട് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്, കാണുന്നത്. അപ്പോൾ ആ ഒരു ജീവിത ശൈലിയല്ല ലാളിത്യം എന്ന് പറയുന്നത്. സത്യത്തിൽ ബോധത്തിലുണ്ടാവേണ്ട ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ വലിയ ആശ്രമം കിട്ടി എന്നതുകൊണ്ടോ കാറിൽ സഞ്ചരിക്കുന്നു എന്നതുകൊണ്ടോ ഒക്കെ അവർ മോശക്കാരും, അങ്ങനെ മോശക്കാർ വിഭാഗീയത പറയുന്നവർ ഞാൻ അങ്ങനെയാണ് കേട്ടോ പേഴ്സണലി കാണും. ഇപ്പോൾ സായിബാബ, സായിബാബയുടെ ഞാൻ ഇവരുടെ എല്ലാ ആശ്രമങ്ങളിലും പോയി താമസിച്ചു. അവിടുത്തെ ഹാർട്ട് ഹോസ്പിറ്റൽ എത്ര സേവനം, ലോകത്തിൽ തന്നെ അത്ഭുതമായൊരു ആശുപത്രി. എത്ര മനുഷ്യരാണ്, എൻ്റെ അറിവിൽ തന്നെ എത്ര മനുഷ്യരാണ് സൗജന്യമായിട്ട് അവിടെ ചികിത്സ കിട്ടി പുറത്ത് വന്നിട്ട് ജീവിക്കുന്നവർ, ഇഷ്ടംപോലെ ആൾക്കാർ. ഇപ്പം ന്യൂനതകൾ ഉണ്ടാവാം പല സൈഡുകളിൽ. നമ്മൾ സൂക്ഷ്മമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ പരിശോധിച്ചാൽ ന്യൂനതകളൊക്കെ ഉണ്ടാവും. അതേ ഒരുപാട് മനുഷ്യന്മാർ കൂടി ചേർന്ന് നടത്തുന്ന ഒരു സിസ്റ്റം ആയതുകൊണ്ട് വരുന്ന ന്യൂനതകളാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ, ചെയ്യുന്നുണ്ട്. കൂടുതൽ മൂർച്ച കൂട്ടിയാൽ കത്തിയുടെ വായ്ത്തല ഇല്ലാതാവുകയുള്ളൂ എന്ന് ലാവോത്സ് പറയും. നമ്മൾ ഒരാൾ മോശമാണെന്ന് തെളിയിക്കാൻ വളരെ ഈസിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം ഏരിയാസ് ഇല്ലാത്ത മനുഷ്യൻ പ്രപഞ്ചത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഒരു മനുഷ്യൻ്റെ ജീവിതം ഏതെങ്കിലും രീതിയിൽ ചുറ്റുപാടുകൾക്ക് ഗുണപരമാകുന്നുണ്ടോ, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ചില കുറവുകളൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ആകെ മനുഷ്യൻ്റെ ജീവിതത്തിന് കൊള്ളാവുന്ന രീതിയിൽ സ്വന്തം ജീവിതത്തിനും ചുറ്റുപാടുള്ള ജീവിതത്തിനും വെളിച്ചം പകരുന്നുണ്ടെങ്കിൽ അത് കൊള്ളാം എന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ബോധന ഇപ്പം എനിക്കുള്ളത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമ്മളിങ്ങനെ മൂർച്ച കൂട്ടി ഈ ശരിയല്ലായ്മകൾ ഇങ്ങനെ കണ്ടുപിടിക്കും. പക്ഷെ ഗുരുനിത്യ ഒരിക്കൽ പറഞ്ഞതുണ്ട്, അവരവരെ വൃത്തിയായിട്ട് അറിഞ്ഞാൽ മറ്റുള്ളവരുടെ ശരിയില്ലായ്മകൾ പൊറുക്കുന്നവരുള്ള നമുക്കുണ്ടാവും. അതെന്തുകൊണ്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആഴത്തിലുള്ള അറിവുണ്ടായിട്ടും
ശരിയില്ലായ്മകൾ മാറാത്ത ഒരാളാണല്ലോ ഞാനെന്ന് തിരിച്ചറിവിൽ നിന്നുണ്ടാവുന്നതാണ്. അതെ. ഇപ്പം ഞാൻ എന്നെ കാണാൻ തുടങ്ങും. ഇപ്പോൾ ഫരീദുദ്ദീൻ അത്താർ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ഉണ്ട്. നിങ്ങൾക്കൊരു ശത്രു നിർബന്ധമാണെങ്കിൽ ആദ്യം അത് നിങ്ങൾ തന്നെ ആയിരിക്കട്ടെ. കാരണം നിങ്ങൾ യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ട പ്രധാന ശത്രു നിങ്ങളിലിരിക്കുന്ന നിങ്ങൾ തന്നെയാണ് ആദ്യത്തെ. അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ അപ്പുറത്തിരിക്കുന്നവരിലെ ന്യൂനതകൾ ഇങ്ങനെ പരതി പോകുന്ന ഒരു നമ്മുടെ ഉള്ളിൽ നിന്ന് കുറച്ചൊക്കെ ഇല്ലാണ്ടാവും. അനുപമയുടെ ചോദ്യത്തിനൊന്നല്ല ഞാൻ ഉത്തരം പറയണം, എനിക്ക് നന്നായിട്ട് പക്ഷെ എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ബന്ധങ്ങളിൽ ഈ നമ്മൾ പറയും വിശപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം, അത് വന്നു കഴിയുമ്പോൾ നമ്മൾ ബാക്കിയെല്ലാം കണ്ണടയ്ക്കുമെന്ന് പറഞ്ഞിരുന്നാലും ബന്ധങ്ങളിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഒരുപാടാണ്. കാരണം നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു, ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അത് ആരും ആയിക്കോട്ടെ, ലവറോ ഭർത്താവോ അച്ഛനോ അമ്മയോ കാമുകനോ സ്വന്തം മക്കളോ പോലും. അപ്പോൾ അങ്ങനെ തിരിച്ചു കിട്ടാത്തൊരവസ്ഥയിലാണ് ഒരു മനുഷ്യൻ വല്ലാണ്ട് അങ്ങ് തകർന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യന് ഷൗക്കത്ത് എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുക? അവനൊന്ന് ജീവിതം, കാരണം ഞാനിത് ചോദിക്കാൻ കാരണം എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ പരതിയ കുറച്ച് പേജുകളിലൊന്ന് താങ്കളുടെയാണ്. കാരണം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റിയ എന്തൊക്കെയോ ഇതിലുണ്ടെന്നുള്ളത്. ആ ഒരു ഉറപ്പിൻ്റെ പുറത്താണ് ഇപ്പം എൻ്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പം ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പഠിച്ചൊരു പാഠം, ഞാൻ കടന്നു വന്ന വഴികളിൽ എനിക്ക് എങ്ങനെ സക്സസ്ഫുൾ ആവാൻ പറ്റി, അല്ലെങ്കിൽ ഞാൻ ഒരു ലൈൻ ഒരു ഫേസ്ബുക്കിൽ എഴുതിയിട്ട അത് ഇൻസ്പിറേഷൻ ആകണം ഒരു 100 പെണ്ണുങ്ങൾക്കെങ്കിലും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഷൗക്കത്ത് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഈ സ്നേഹത്തിൻ്റെ പേരിലൊക്കെ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യാൻ എന്താ ചെയ്യുക മനുഷ്യർ? ഡിറ്റാച്ച്മെന്റ് നമുക്കൊരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കാൻ നമുക്ക് അറിയില്ല. അങ്ങനെ ഒരു ഫാക്കൽറ്റി നമുക്കില്ല. നമുക്കറിയാവുന്നത് അറ്റാച്ച്മെന്റ് മാത്രം, കോൺഷ്യസ്നെസ്സിന്. ഡിറ്റാച്ച്മെന്റ് എന്നുള്ള ഒരു അറിവ് നമുക്കില്ല. അതുകൊണ്ട് ആ പ്രാക്ടീസ് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നതിനോട് മാത്രം അറ്റാച്ച്ഡ് ആയിരിക്കുന്നതാണ് നമ്മുടെ കുഴപ്പം. അറ്റാച്ച്മെന്റിനെ വികസിപ്പിക്കുക എന്നുള്ളതേ ഒരു വഴിയുള്ളൂ. നമുക്ക് അറ്റാച്ച്ഡ് ആവാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഋഷിമാരൊക്കെ പറയുന്നത് നിങ്ങൾ ബ്രഹ്മവുമായി അറ്റാച്ച്ഡ് ആവുന്നതാണ്. അത് അറ്റാച്ച്മെന്റ് തന്നെയാണ് പറയുന്നത്, ഡിറ്റാച്ച്മെന്റ് അല്ല. അപ്പോൾ എൻ്റെ ഒരു വളരെ ചെറിയ ഒരു ലോകത്തിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് പറയുന്ന ഞാൻ, എൻ്റെ ഭർത്താവ്, ഭാര്യ, 2-3 കുട്ടികൾ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്ന് പറയുന്ന ചെറിയൊരു ഫ്രെയിമിലാണ് എൻ്റെ അറ്റാച്ച്മെൻറ്റിനെ ഞാൻ തളച്ചിട്ടിട്ടുള്ളത്. ഈ അറ്റാച്ച്മെൻറ്റിനെ വിശാലമാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഗുരു നിത്യ പറയുന്ന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സാധനമുണ്ട്. ബുദ്ധൻ കൊട്ടാരം ഉപേക്ഷിക്കുകയല്ല ചെയ്തത്, തൻ്റേതെന്ന് കരുതിയിരുന്ന കൊട്ടാരത്തിനോടും രാജ്യത്തോടും മറ്റ് ലോകങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു നമ്മൾ ഉപേക്ഷിക്കല്ല, വിശാലമാക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മളൊരു പാത്രത്തിൽ, നമ്മൾ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം, ആ വെള്ളത്തിൽ കുറച്ച് ചളിയായി. ഈ ചളി നമുക്ക് എടുത്ത് പുറത്ത് കളയാൻ പറ്റില്ല. പക്ഷേ ഈ ചളിയുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കണം. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതൽ ഒഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെള്ളം കൂടുതൽ ഒഴിക്കുന്നതിനനുസരിച്ച് ഈ ചളിയുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരും. ഇതുപോലെ നമ്മുടെ അറ്റാച്ച്മെന്റിന്റെ ഏരിയ വികസിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ സ്നേഹം കൊടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ കുറെ സ്നേഹം ഇങ്ങനെ കൊടുക്കുക. അതാണ് നമുക്ക് ചുറ്റും നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. നമ്മൾ സ്നേഹിച്ചവർ, നമ്മളെ കൊടുത്ത ആളുകളിൽ നിന്ന് തന്നെ നമ്മൾക്ക് അതേ ആഴത്തിൽ അത് തിരിച്ചു കിട്ടണം എന്നതാണ് നാച്ചുറലായിട്ടുള്ള നമ്മുടെ ആഗ്രഹം. അങ്ങനെ കിട്ടാതിരുന്നാൽ ഉറപ്പായിട്ടും നമ്മൾ വിഷമിക്കും. വിഷമിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഹൃദയമില്ലാത്തവരായിരിക്കണം. ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതം തന്നെ കൊടുത്തൊരു മനുഷ്യർക്ക് കൊടുത്തിട്ട് അവിടെ നമ്മൾ വെറുതെ സ്പിരിച്വലായിട്ടുള്ള ഐഡിയോളജി കൊണ്ടുവന്നിട്ട് ആ പെയിനിനെ ഉപദ്രവിക്കരുത്. ആ സമയം സാധാരണ നമ്മൾ അങ്ങനെ ചെയ്യാം. മന്ത്രം ചൊല്ലിയും ധ്യാനിച്ചും ഉപനിഷത്തൊക്കെ വായിച്ചും തീർത്ഥാടനത്തിനൊക്കെ പോയിട്ടൊക്കെ ഈ വേദന കുറയ്ക്കാൻ ശ്രമിക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഹൃദയമുള്ള ഒരാളാണെങ്കിൽ അയാൾ ഏറ്റവും ആഴത്തിൽ സ്നേഹിച്ചിട്ടുള്ള ഒരാളിൽ നിന്ന് നമുക്ക് മുറിവേൽക്കുന്ന അനുഭവം ഉണ്ടായാൽ നമ്മൾ തകർന്നു പോകും, ഉറപ്പായിട്ടും തകരും. പക്ഷേ ആ തകർച്ച മാറ്റാനുള്ള വഴി എന്ന് പറയുന്നത് അവരോട് ഡിറ്റാച്ച്ഡ് ആവലല്ല, നമ്മളുടെ അറ്റാച്ച്മെൻറ്റിനെ വികസിപ്പിക്കലാണ്. ഇപ്പം നമ്മുടെ ചുറ്റുമുള്ള, നമ്മൾ അതുവരെ വേണ്ടത്ര ശ്രദ്ധിക്കാതിരുന്ന ഒരുപാട് ഇടങ്ങളുണ്ട്. നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് ചെടിയായിരിക്കാം,
നക്ഷത്രങ്ങളായിരിക്കാം, ആകാശമായിരിക്കാം, കവിതയായിരിക്കാം, ഒരുപാട് മനുഷ്യരായിരിക്കാം. നമ്മളോട് കുറച്ച് നേരം ഒന്ന് സംസാരിക്കാൻ വേണ്ടി നമ്മൾ തേടി വന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്കൊന്നും നമ്മൾ വേണ്ടത്ര സമയം കൊടുക്കാത്ത എത്രയോ പേരുണ്ട്. ഇവരുടെ ഈ ഒരു ടാവട്ടത്തിൽ കഴിയുന്നത് കൊണ്ട് നമ്മൾ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ലാത്ത, നമ്മൾ വേണ്ടത്ര കടന്നു ചെന്നിട്ടില്ലാത്ത മനുഷ്യർ, ജീവജാലങ്ങൾ, ചെടികൾ കുറേ ഉണ്ട്, നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. അതിലേക്കൊക്കെ നമ്മുടെ അറ്റാച്ച്മെൻറ്റിനെ വികസിപ്പിച്ചാൽ ഈ പെയിൻ മെല്ലെ ഹീലാവുന്നത് അനുഭവിക്കാൻ പറ്റും. അത് ആ പെയിൻ അവിടെ ഉണ്ട്, പക്ഷെ അതിനേക്കാൾ വിശാലമായൊരു ലോകത്തിൽ ആ വേദന നിസ്സാരമാവും. ആ വേദനയിൽ നിന്ന് ഡിറ്റാച്ച്മെന്റ് ഉണ്ടാവും. പറഞ്ഞു അതല്ലാതെ ആ വിഷയത്തിലല്ല അതിൻ്റെ സൊല്യൂഷൻ കിടക്കുന്നത്. ഞാൻ അനുപമനെ വളരെ ആഴത്തിൽ സ്നേഹിക്കുന്നു. അനുപമയിൽ നിന്ന് എനിക്ക് വളരെ ഞാൻ പ്രതീക്ഷിക്കാത്ത തരത്തിൽ മുറിപ്പെടുത്തുന്ന പ്രതികരണ അനുഭവം ഉണ്ടാകുമ്പോൾ ഞാൻ തകർന്നു പോകണം. മനുഷ്യനാണെങ്കിൽ, ഹൃദയാലുവാണെങ്കിൽ തകരും. പക്ഷെ എനിക്ക് തകർന്നിരിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? എൻ്റെ ജീവൻ ഇവിടെ ഒരു ജീവിതം ഉണ്ട്. ഇവിടെ എനിക്ക് മുമ്പോട്ട് ജീവിക്കണം, പരമാവധി നന്മയിൽ ജീവിക്കണം, സന്തോഷത്തിൽ ജീവിക്കണം, സമാധാനത്തിൽ ജീവിക്കണം. പക്ഷെ ഞാൻ അനുപമയിൽ തന്നെ ഇരുന്നാൽ ഈ വെറുപ്പും വിദ്വേഷവും അമർഷവും കൂടി വരിക ചെയ്യാം, സങ്കടവും നിരാശയും കൂടി വരും. അവിടെ എനിക്ക് എന്നോട് കൂടി ഒരു ഉത്തരവാദിത്തമുണ്ട്. കാരണം ഞാൻ ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത്, എനിക്ക് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഒക്കെ ഉണ്ടായി കുറേ ജീവിച്ചതിന് ശേഷം കണ്ട ഒരാൾ മാത്രമാണ് അനുപമ. ആരും കോൺസ്റ്റന്റ് അല്ലല്ലോ ജീവിതത്തിൽ, ഒന്നുമല്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ലാവോത്സുവിൻ്റെ താവോത്തെച്ചിങ് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞത്, നമ്മൾക്ക് മമത ഉണ്ടാവേണ്ടത് വിഷയത്തോടെ ആയിരിക്കരുത്, വിഷയം തരുന്ന തൃപ്തിയോടായിരിക്കണം. മമത എന്തായാലും വേണം. കാരണം മമത ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഇവിടെ 3 പേര് ഇവിടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു. ഈ സംസാരിക്കുന്ന ഒരു ആശയമാണ്. ഈ സംസാരിക്കുമ്പോൾ നമ്മൾക്കൊരു മൂഡ് ഉണ്ടാവുന്നുണ്ട്. ഈ മൂഡ് ഉണ്ടാകുമ്പോൾ അറിയാതെ എനിക്ക് അനുപമയോടോ ഇദ്ദേഹത്തിനോടോ എന്നോടോ ആണ് മമത വരിക. പക്ഷെ ഋഷി പറയുന്നത് ആ അനുഭവത്തിനോട് മമത ഉണ്ടാവാനാണ്. ഇപ്പൊ കിട്ടിയ ഒരു ആ അനുഭവത്തിനോട് അതിനെ ചേർത്ത് അതിനോട് ഒട്ടണം. ഒട്ടാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, കാരണം നമുക്ക് ഒട്ടിയാണ് ശീലം. ഒട്ടേണ്ടത് അനുഭവത്തിനോടായിരിക്കണം, അനുഭവം തന്ന വ്യക്തിയോടായിരിക്കരുത്. കാരണം വ്യക്തി മാറി മറിഞ്ഞു വരും. അതിനായിരിക്കും ഡിറ്റാച്ച്മെന്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ വാക്കിൽ. ആ വാക്ക് അപകടകരമാണ് ശരിക്കും. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവഃ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഭദ്രമായത് കേൾക്കുമാറാവണം. കേൾക്കേണ്ടതെന്നല്ല, ഭദ്രമായത് കേൾക്കണം. അപ്പോൾ ഭദ്രമായത് നമ്മൾ കേൾക്കുമ്പോൾ ഭദ്രമല്ലാത്തതിൽ നിന്ന് മാറി നിൽക്കുന്നവരുള്ള നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് ബൈ പ്രൊഡക്റ്റായിട്ട് വരുന്നതാണ്, പിന്നാലെ വരുന്നതാണ്. നമ്മൾ ഡിറ്റാച്ച്ഡ് ആവുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ കുറച്ചും കൂടി മനുഷ്യരിലേക്കും ജീവജാലങ്ങളിലേക്കും പ്രകൃതി, മനുഷ്യരിലേക്ക് മാത്രമല്ല, മനുഷ്യനോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും സ്വസ്ഥത ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ഹിമാലയത്തിലേക്കൊക്കെ ഹിമാലയത്തിലേക്ക് പോകേണ്ടത്. നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയാൽ മതി. ഹിമാലയത്തിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഹിമാലയത്തിലും പോവാം, നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കും, അല്ലെങ്കിൽ ഗുരുനിത്യയോടൊക്കെ നമുക്കുള്ളൊരു ആഴത്തിലുള്ള ഒരു സ്നേഹം അതുകൊണ്ടാണ്. ഒരു വളരെ വിഷമം അനുഭവിച്ചിട്ടൊരു കുട്ടി ഗുരുവിന് കത്തെഴുതി. ഭയങ്കര ഏകാന്തതയാണ്, ഒറ്റപ്പെടലാണ്, എന്നാരും സ്നേഹിക്കാനില്ല എന്നൊക്കെ പറഞ്ഞ് മറുപടി അയച്ചപ്പോൾ ഗുരു പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യും, വീട്ടുമുറ്റത്തൊരു ചെടി നടും, എന്നിട്ട് ദിവസം അതിന് പോയിട്ട് വെള്ളമൊഴിക്കണം. അതിങ്ങനെ വളർന്നു വരുന്നത് ഓരോ ദിവസം പോയി കാണണം, അതിനെ നോക്കി നിൽക്കണം. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും, നിനക്ക് നിൻ്റെ എല്ലാ സ്നേഹവും പകർന്നു കൊടുക്കാൻ ഒരാൾ നിൻ്റെ വീട്ടുമുറ്റത്ത് തന്നെ ഉണ്ടെന്ന്. സ്നേഹിക്കാൻ വേണ്ടി ഒരാളെ തേടി അലയുന്നത് നീ അന്ന് നിർത്തും. എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് വിലപിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം നമുക്ക് സ്നേഹിക്കാൻ ഒന്നിനെ സൃഷ്ടിക്കുക. അതാണ് നമ്മളവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആ കുട്ടി പിന്നീട് ചെടി വെക്കുകയും ആ ചെടിക്ക് വെള്ളമൊഴിക്കുകയും അത് വളർന്നു വരികയും ചെയ്യുന്നതോടൊപ്പം ഗുരുവിന് കത്തെഴുതുകയും വളരെ സന്തോഷം അനുഭവിക്കുന്ന ഒരു കുട്ടിയായിട്ട് ആ കുട്ടിയുടെ ജീവിതം മാറുന്നുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധ തിരിക്കുക എന്ന് പറയുന്ന, നമ്മൾ കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക്
നമ്മളുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും കഴിച്ചു വിട്ടുകൊടുത്താൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുകയും ചെയ്യും. നമ്മളെ വേദനിപ്പിച്ചവരോടുള്ള വൈരാഗ്യവും കുറയും. ഈ വൈരാഗ്യങ്ങളെ അനുരാഗമാക്കി മാറ്റണം എന്നാണ് ഗുരുനിത്യ പറയുന്നത്. അതായത് വൈരാഗ്യം എന്നുള്ള വാക്കിൻ്റെ സത്യത്തിൽ വിശേഷണയുള്ള രാഗം ഉണ്ടാവണം എന്നാണ്. അത് അനുരാഗമാണ്. അതാണ്. അപ്പോൾ ആരാണ് ഒരു സ്പിരിച്വൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ അമർഷങ്ങളെയും അനുരാഗമാക്കി മാറ്റുന്ന ആളാണ്. അയാളാണോ ഈ വൈരാഗി? ശരി, യഥാർത്ഥത്തിലുള്ള വൈരാഗി അനുരാഗിയാണ്. അത് അനുരാഗത്തെ സ്നേഹിക്കുന്ന ആൾ, അതായത് പ്രണയത്തെ പ്രണയിക്കുന്ന ആൾ. പ്രണയത്തെ പ്രണയിക്കുക, അനുരാഗത്തെ അതാണ് ഈ പ്രപഞ്ച സ്നേഹം എന്നൊക്കെ പോയറ്റിക്കായിട്ട് പറയുന്നത്. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ ബോധത്തെ, നമ്മുടെ അറ്റാച്ച്മെൻറ്റിൻ്റെ ലോകത്തെ വിശാലമാക്കലാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന അനുഭവം തരിക. ഒരുപാട് അവിടെ ഇവിടെയൊക്കെ പാടുന്നതും ചൊല്ലുന്നതും ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവദശകത്തിലേക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതല്ലാതെ ശ്രീനാരായണ ഗുരുവിടെ എന്തെങ്കിലും ഒന്ന് പാടിത്തരൂ? നമ്മൾ അനുകമ്പ ദശകത്തിലെ കുറച്ച് വരികൾ. ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ട് അകലാതെ ചിന്തയും ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ട് അകലാതെ ചിന്തയും അരുളാൽ വരും ഇമ്പം അൻപകന്നൊരു നെഞ്ചാൽ വരും അല്ലലൊക്കെയും ഇരുൾ അൻപിനെ മാറ്റും അല്ലലിൻ കരുവാകും കുരുവാം ഇതേതിനും അരുളൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണ് ഇതു ജീവതാരകം അരുളുള്ളവനാണു ജീവിയെന്ന് ഉരുവിട്ടിടുക ഈ നവാക്ഷരീ അരുളില്ലയതെങ്കിൽ അസ്ഥിതോൽസിര നാറുന്ന ഒരുടമ്പുതാനവൻ മരുവിൽ പ്രവഹിക്കുമമ്പ് അപ്പുരുഷൻ നിഷ്ഫലഗന്ധപുഷ്പമാം ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ട് അകലാതെ ചിന്തയും.
കൈയടിക്കാനും പറ്റില്ലല്ലോ. നമസ്കാരം.